പ്രമുഖ പത്രങ്ങളിലെ പ്രമുഖ വാർത്തകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രധാന പരിപാടി അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം പത്രവാർത്താസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഏതാ ദിവസം? 9 തീയതി സെപ്റ്റംബർ മാസം. ഇന്ന് സെപ്റ്റംബർ 9 തിങ്കളാഴ്ച. എല്ലാ ദിവസവും പറയുന്നത് പോലെ ഏറ്റവും മികച്ചൊരു തിങ്കളാഴ്ച എല്ലാവർക്കും ആശംസിക്കുന്നു. അതെ, ഇന്ന് ആശംസിച്ചു രണ്ടുപേരും. ആശംസിക്കുന്നു എല്ലാവർക്കും. ഈ ആഴ്ചയാണോ ഓണം? അത് അടുത്ത ആഴ്ച. അപ്പൊ ഓണത്തിന് മുൻപുള്ള ആഴ്ചയാണ്. അപ്പൊ എല്ലാവർക്കും ഓണാശംസകൾ. നേരത്തെ ഇന്നേ തരാം. അപ്പൊ അഡ്വാൻസ്ഡ് ആയിട്ട് പറഞ്ഞത്. അതെ അതെ, എന്ത് തേങ്ങയാന്നൊക്കെ. അപ്പൊ ഇന്നത്തെ പ്രധാന വാർത്തകൾ എന്തൊക്കെയാണ് നീതുലക്ഷ്മി? വീണ്ടും മണിപ്പൂരിലെ കലുഷിതമാണ് പ്രധാന വാർത്തയായിട്ട് വരുന്നത്. അതെ, മണിപ്പൂരിനെ പറ്റിയിട്ടുള്ള വാർത്തകളാണ് ഏറ്റവും വലിയ അപ്ഡേറ്റുകളായിട്ട് ഇപ്പം നിലനിൽക്കുന്നത്. ഇപ്പൊ നാഷണൽ തലത്തിലായിക്കോട്ടെ, നമ്മുടെ ഏറ്റവും വലിയൊരു ക്രൈസിസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാലേ ഈ മണിപ്പൂർ കലാപം നടക്കുന്നത്. ഒരു സമയത്ത് അത് വേണ്ട രീതിയിൽ ഹാൻഡിൽ ചെയ്യാത്തത് കൊണ്ട് ഇപ്പൊ അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തതാണ്, എന്നിട്ട് ഇപ്പോഴും അതിന് ഒരു അന്ത്യം വന്നിട്ടില്ല. എന്താ പുതിയ അപ്ഡേറ്റ്? എന്താ? കഴിഞ്ഞ ദിവസം ഉണ്ടായ അക്രമ സംഭവങ്ങൾക്ക് പിന്നാലെ സംസ്ഥാനത്ത്, അതായത് അവരുടെ സംസ്ഥാനത്ത് ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള സുരക്ഷാ നടപടികൾ ഇപ്പൊ ശക്തമാക്കിയിട്ടുണ്ട്. കാരണം ഈ ഡ്രോൺ വഴിയാണ് ഏറ്റവും കൂടുതൽ ഇപ്പം ആക്രമണങ്ങൾ നടന്നു എന്നൊക്കെ പറയുന്നത്. അതിനിടെ കുക്കി സംഘടനകളുമായിട്ടുള്ള ഒരു അവരെഴുതിയേക്കുന്ന കുങ്കി സംഘടനകളുമായിട്ടുള്ള ഒരു ത്രികക്ഷി കരാറ് റദ്ദാക്കണമെന്ന് മണിപ്പൂർ സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ സംഘർഷം ഇങ്ങനെ പ്രദേശത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവര് സൈന്യത്തിന്റെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുമുണ്ട്. പിന്നെന്താ, ഇംഫാൽ താഴ്വരയുള്ള പ്രാന്തപ്രദേശങ്ങളിലും അസം റൈഫിൾസ് ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പം ഈ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ പോലീസ് സംസ്ഥാനത്തിന് കൈമാറിയിട്ടുണ്ട്. അതുപോലെ സായുധ സംഘങ്ങള് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകൾ ഉപയോഗിക്കുന്നത് പോലീസിന് ഭയങ്കരമായിട്ടൊരു വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്. അപ്പം ഈ വിഷയത്തില് ഇന്നലെയും കൂടെ ഒരു ഡെത്ത് ഉണ്ടായിട്ടുണ്ട്. സ്ത്രീയാണ് മരിച്ചത്. അപ്പം ഈ സ്ത്രീയുടെ ബോഡി പോലും വീണ്ടും കിട്ടാനോ അല്ലെങ്കിൽ വീണ്ടും എടുക്കാനോ പറ്റാത്തൊരു സാഹചര്യം പോലുമാണ് മണിപ്പൂരിലുള്ളത്. ഇപ്പം വേണ്ട രീതിയിൽ അന്നാണെങ്കിൽ അവിടുത്തെ മുഖ്യമന്ത്രി ആണെങ്കിൽ വേണ്ട രീതിയിൽ ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ മുൻപോട്ട് വന്നിരുന്നില്ല. ഇപ്പോ എന്നിട്ട് അവര് പറയുന്നത് ഈ കേസ് അല്ലെങ്കിൽ ഇത് ബാക്കിയുള്ള ആളുകളുടെ ഹെൽപ്പ് വേണം, അല്ലെങ്കിൽ ബാക്കിയുള്ളവര് മുമ്പോട്ട് വരണം എന്നാ പറയുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും എത്ര പേര് എങ്ങനെ ഇതിനെ ഡീല് ചെയ്യണം എന്നതിനെ പറ്റിയിട്ട് പ്രത്യേക ധാരണയൊന്നുമില്ല. അപ്പൊ ഇത് എവിടെ ചെന്ന് ഈ മണിപ്പൂരിലെ വിഷയം നിൽക്കും എന്നതാണ് അറിയേണ്ട ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യം. അതുപോലെ കൂട്ടം കൂടുന്നതിനൊക്കെ അവര് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഒരു അടിയന്തരാവസ്ഥ തന്നെയാണ് അവിടെ ഉള്ളത് അല്ലെ, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മണിപ്പൂരിൽ ഒരു അടിയന്തരാവസ്ഥയാണ് ഉള്ളത്. അതൊരു കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ജനങ്ങൾ പുറത്തിറങ്ങാൻ പറ്റാതെ അല്ലെങ്കിൽ കൂട്ടം കൂടാനൊക്കെ പറ്റാതെ ഉള്ള ഒരു വളരെ മോശം അവസ്ഥയാണ് അവർ കടന്നു പോകുന്നത്. അപ്പം ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു എന്താ പറയാ, നമ്മുടെ ദേശീയ തലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഒരു പരാജയം തന്നെയായിട്ട് വേണമെങ്കിൽ പറയാം. കാരണം കഴിഞ്ഞ വർഷം തുടങ്ങിയിട്ട് ഈ വർഷമായിട്ടും അതിനൊരു അന്ത്യം കുറിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു സമാധാനപരമായിട്ട് പറഞ്ഞു തീർക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പൊ അതൊരു വലിയ പരാജയമായിട്ട് തന്നെ നമുക്ക് പറയാം. അതെ അതെ. അതേപോലെ തന്നെ എന്താണ് അൻവർ വിഷയത്തിലുള്ള പുതിയ അപ്ഡേറ്റ്സുകൾ എന്തെങ്കിലും ഉണ്ടോ പ്രധാന പത്രങ്ങളില് അൻവറിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ്സുകളും പ്രധാനമായിട്ട് എല്ലാ പത്രങ്ങളും തന്നെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ വരുന്ന പുതിയ അപ്ഡേറ്റുകൾ, ഗവൺമെന്റിന്റെ മൗനം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ എം ഗോവിന്ദന്റെ ഒക്കെ ഇതിനകത്തുള്ള നിലപാടുകളൊക്കെയാണ് ഈ അൻവറിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ചർച്ചയിലേക്ക് വന്നിട്ടുള്ള കാര്യങ്ങൾ. അതിൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരോപണം തെറ്റാണെങ്കിൽ സർക്കാർ കേസിന് പോകണം എന്നാണ് ADGP പറഞ്ഞിട്ടുള്ളത്. അതായത് ആരോപണങ്ങൾ തെറ്റാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയാൽ തനിക്കും കുടുംബത്തിനും മാനഹാനി വരുത്തിയ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ സംസ്ഥാന സർക്കാരൊക്കെ മുന്നോട്ട് വരണം എന്നുള്ള രീതിയിലാണ് ADGP അജിത് കുമാർ ഈ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതാണ് അതിന്റെ ഒരു അപ്ഡേറ്റ്സിൽ വരുന്ന കാര്യം. അതിന്റെ ഒപ്പം തന്നെ മലയാള മനോരമ മുഖ്യമന്ത്രി മറുപടി നൽകേണ്ട 10 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 10 ചോദ്യങ്ങളുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി അതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു അന്ന് പൊതുവേദിയിൽ എന്ന് പറഞ്ഞാലും പിന്നീട് അതിനോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല.
അപ്പം അതൊരു പ്രധാനപ്പെട്ട ഒരു ഇതായിട്ട് നടു പേജ് തന്നെ മലയാള മനോരമ കൊടുത്തിട്ടുണ്ട്. കൂടിക്കാഴ്ചയ്ക്ക് മുമ്പോ അതിനുശേഷമോ അജിത് കുമാറോ DGPയോ ഇക്കാര്യം ആഭ്യന്തര വകുപ്പുമായി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ടോ? RSSുമായി ജനറൽ സെക്രട്ടറി ദന്തോത്രയ ഹൊസബുള്ളയുമായി ADGP MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണെന്നായിരുന്നു VD സതീശൻ ഉന്നയിച്ച ഒരു പ്രധാനമായിട്ടുള്ള ഒരു ആരോപണം. പക്ഷെ അതിനെ പറ്റിയിട്ട് ഒരു വലിയ പ്രതിഷേധങ്ങൾക്കോ പ്രതിരോധങ്ങൾക്കോ ഒന്നും നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു. സെൻകുമാറിനൊരു RSS ബന്ധം ഉണ്ടെന്ന് പറഞ്ഞപ്പം വാളും തലയെടുത്തോണ്ട് വന്ന ആളുകളാണ് പ്രതികരിക്കുന്നില്ലാത്തൊരവസ്ഥയുള്ള. അപ്പൊ അതിനെ പറ്റിയും ഈ തൃശ്ശൂർ പൂരം കൊളമാക്കി അവിടുത്തെ വോട്ട് ചോർത്തിയതിന്റെ പുറകിലും ഇവരുടെയൊക്കെ കറുത്ത കരങ്ങളുണ്ടെന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടിയാണ് ഈ ചോദ്യങ്ങളിൽ വരുന്നത്. ഈ തൃശ്ശൂർ പൂരം കലക്കാൻ ഗൂഢാലോചന നടത്തിയെന്നുള്ള അജിത് കുമാറിന്റെ അതായത് ഈ തൃശ്ശൂർ പൂരം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന നടത്തിയതിൽ അജിത്തിന്റെ കൂടിക്കാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ആരോപിക്കുകയാണ്. BJP ജയിച്ചത് അതായത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന അട്ടിമറിയെ തുടർന്നാണുള്ള കാര്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയണം എന്നുള്ളൊരു കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. മുഖ്യമന്ത്രി ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. ഇത് കണ്ടിട്ടെങ്കിലും മറുപടി പറയാം. അതെ അതെ. പക്ഷെ എന്താണോ എന്തോ വേറെ വല്ല വിഷയമായിരുന്നെങ്കിൽ ഞാനിപ്പോ കാണിച്ചു തരായിരുന്നു. അപ്പൊ അതാണ് കാര്യം. അതേപോലെ തന്നെ PV അജിത് കുമാറിന്റെ മൊഴി വൈകാതെ തന്നെ എടുക്കുമെന്നൊരു അപ്ഡേറ്റും ഈ വിഷയത്തിൽ വരുന്നുണ്ട്. PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണ സംഘം ADGP MR അജിത് കുമാറിന്റെ മൊഴി എടുക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ADGPയെ വിസ്താരം ചെയ്യാൻ പോകുന്നത് പുള്ളിയുടെ കീഴുദ്യോഗസ്ഥരായിരിക്കും എന്നുള്ളൊരു തമാശയുണ്ട് അതിനകത്ത്. അതേപോലെ തന്നെ സ്വപ്നയെ സഹായിച്ചത് ADGP എന്നാണ് വേറൊരു വാർത്ത. അപ്പൊ അത് പറഞ്ഞ സരിത്താണ്. ബാംഗ്ലൂരിലേക്ക് കടക്കാൻ സ്വർണ്ണക്കടത്തുകാരിയായിട്ടുള്ള പ്രതി സ്വപ്ന സുരേഷിനെ സഹായിച്ചത് ADGP M അജിത് കുമാർ ആണെന്ന് കൂട്ടുപ്രതി PAS സജിത്ത് അല്ല PS സജിത്ത് ആരോപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവകുമാരനുമായിട്ടുള്ള കാര്യം ശിവശങ്കറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഇത്തരത്തിലൊരു ഇത് പോവേണ്ട ഒരു കാര്യം വന്നത്. അപ്പം ഈ പ്രതികളെ നാട് കടക്കാൻ സഹായിക്കുക നമുക്കൊക്കെ ഒരു ആവശ്യമാണെങ്കിൽ ഈ സാറ് തന്നെയാണ് ഇടവണയില് ആളെ ലോക്കപ്പിലിട്ട് ഇവരുടെ നേതൃത്വത്തിലാണ് അതാണ് പ്രധാന വിമർശനമായിട്ട് വന്നത്. അപ്പം പൈസ ഉള്ളവരെ സഹായിക്കപ്പെടുന്നു എന്നുള്ള ഒരു കാര്യമാണ് അതിനകത്ത് വരുന്ന ഒരു കാര്യം. അതേപോലെ തന്നെ പിന്നെ അതിനകത്ത് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ഇതൊക്കെയാണ് നമ്മുടെ അൻവറിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. പക്ഷെ അൻവർ MLA ഒതുങ്ങി എന്നാണ് പുറത്തേക്ക് വരുന്ന പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. അതന്ന് മുഖ്യമന്ത്രിയെ കണ്ടപ്പോഴേ പുള്ളി ഭക്തി താഴ്ത്തി എന്നൊരു ആരോപണം വന്നിരുന്നു. പുള്ളി ഒന്ന് അടിച്ചമർത്തിയിരുന്നു ആ സമയത്ത്. അതെ, ഈ RSSന്റെ കൂടിക്കാഴ്ച ഉണ്ടല്ലോ പ്രമുഖരായിട്ടുള്ള അല്ലെങ്കിൽ ഈ പ്രധാന സ്ഥാനത്തിരിക്കുന്ന ADGP കേട്ടോ. അപ്പൊ അതിൽ CPMന് ഒരു ബന്ധവും ഇല്ല എന്നാണ് MV ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ടുള്ളത്. അതുമായിട്ട് ബന്ധപ്പെടുത്തി പറയേണ്ട ഒരു പ്രധാന അപ്ഡേറ്റ് ആണ്. അതേപോലെ തന്നെ ഇതെല്ലാം പരിശോധിക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണെന്നും ഈ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. ADGP അന്വേഷിക്കുമെന്നാണ് LDFന്റെ കൺവീനറായിട്ടുള്ള TP രാമകൃഷ്ണൻ പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് പൂരം കലക്കിയതും അല്ലെങ്കിൽ പൂരം കലക്കി കുളം കലക്കി മീൻ പിടിച്ചത് ആരാണെന്നൊക്കെ അന്വേഷണത്തിൽ തെളിവായിരിക്കാം. അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. അതെ. ഓക്കെ, പിന്നെ ആരോഗ്യ മേഖലയിൽ നിന്നൊരു പാനിക് ആവേണ്ട ഒരു വാർത്തയുണ്ടല്ലോ, എന്താണ് അത്? ഇന്ത്യയിൽ ആദ്യം എംപോക്സ് സ്ഥിരീകരിച്ചു. ന്യൂഡൽഹിയിലാണ് സംഭവം. വിദേശത്ത് നിന്ന് രാജ്യത്തെത്തിയ യുവാവിന് എംപോക്സ് ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. ഇയാളുടെ രക്തസ്രാവ സാമ്പിളുകളിൽ പരിശോധിക്കാനായി അയച്ചിരിക്കുകയാണെന്നും ആശങ്ക വേണ്ടെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതെ, അപ്പൊ ആദ്യമായിട്ടാണ് നമുക്ക് തോന്നുന്നു ഏഷ്യയിൽ ആദ്യമായിട്ടല്ല തോന്നുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട്. ഇതിനു മുമ്പ് പാകിസ്ഥാനിൽ എന്തോ ഈ എംപോക്സ് ചെയ്തിരുന്നു. അപ്പൊ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഈ ഒരു കേസ് ഇതാക്കുന്നത്. ആഫ്രിക്കയിലാണ് ഈ എംപോക്സ് എന്ന് പറഞ്ഞ രോഗം പൊട്ടി പുറപ്പെട്ടത്. അത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യലേക്ക് വരുന്ന ഒരു രോഗമാണ്. മനുഷ്യരുടെ സ്രവങ്ങൾ വഴിയും അതേപോലെ തന്നെ അവരുടെ ഒരു അടുത്തുള്ള ഇടപെടൽ വഴി അവരുടെ ഡ്രസ്സുകൾ മാറിയിടുന്നത്, സൂചിയില്ലേ അവർ വായിൽ വെച്ച് സൂചി വേറെ ആൾ ഉപയോഗിക്കുക, അങ്ങനെ ആ സ്രവങ്ങൾ വഴിയാണ് കൂടുതൽ പകരുന്നത്. ഇത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകർന്ന രോഗമാണ് ഈ എംപോക്സ് എന്ന് പറയുന്നത്. ഈ എംപോക്സിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ചെറിയ ജലം നിറഞ്ഞിട്ടുള്ള കുമിളകൾ ഉണ്ടായത് പൊട്ടി അങ്ങനെ ഒരു ഇതാണ്.
അപ്പൊ അത് ലോകാരോഗ്യ സംഘടന ആഗോള എന്താ പറയുക ഒരു അടിയന്തരാവസ്ഥ പോലും പ്രഖ്യാപിച്ചതാണ് ഈ എംബോക്സ് വ്യാപനവുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഈ എംബോക്സ് സ്ഥിരീകരിക്കുക എന്ന് പറയുന്നത് അടുത്തൊരു പാനിക് ആയിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് ലോകത്തെ കൊറോണയുടെ ആ ഒരു ഇതില് ഇതിനെ കാണണം. അതെ അതെ. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറോണ പോലെ ഭയങ്കരമായിട്ട് പകരുന്ന ഒരു രോഗമല്ല, ഒരു എന്താ പറയാ വായിലൂടെ അങ്ങനത്തെ ഒരു ഇതല്ല. എന്നാൽ പോലും പകരാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു 20,000 അടുത്ത ആളുകൾ ആഫ്രിക്കയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തുവാ രോഗവുമായി ബന്ധപ്പെട്ട് വലയുന്നവരുണ്ട്. കെനിയയിലും കോങ്കോയിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉള്ളത്. ഏറ്റവും കൂടുതൽ ഡെത്തുകളൊക്കെ രേഖപ്പെടുത്തുന്നത് കോങ്കോയിലാണ്. അപ്പം ഇന്ത്യയിൽ ആദ്യമായിട്ട് എംബോക്സ് സ്ഥിരീകരിച്ചു എന്നുള്ള വാർത്ത കുറച്ച് പാനിക് ആവേണ്ട ഒരു കാര്യമാണ്. കുറച്ച് മതി, ഒത്തിരി ജാഗ്രത. ഇതുമായി ബന്ധപ്പെട്ട വാക്സിനേഷൻ ഒക്ടോബർ 2 മുതലുണ്ടെന്ന് പറഞ്ഞാൽ. അപ്പൊ ഇന്നലെ നമ്മളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന H1N1 H3N2 അങ്ങനെ എന്തോ പറഞ്ഞ വേറൊരു രോഗങ്ങളും ഇതേപോലെ തന്നെ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അപ്പം അതൊരു കാര്യമാണ്. വേറെ എന്തെങ്കിലും എംബോക്സിന്റെ അപ്ഡേറ്റ് ഉണ്ടോ? വേറെ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മൃഗങ്ങളിൽ നിന്നാണ് ഇത് വരുന്നത്. കുരങ്ങുകളിൽ നിന്നാണ് ഈ രോഗം മനുഷ്യരിലേക്ക് പടർന്നത്. അതെ, അതാണ് അപ്ഡേറ്റ് ഞാൻ പറഞ്ഞ അപ്ഡേറ്റ് തന്നെ. അപ്പൊ താങ്ക് യു. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഒരു 4 ദിവസമായിട്ടൊരു ആളെ കാണാനില്ല. അത് വളരെ എല്ലാ പ്രധാനപ്പെട്ട പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്ന് പറഞ്ഞേ, വായിച്ച്. അതായത് പണം സംഘടിപ്പിക്കാനായിട്ട് പോയ പ്രതിശ്രുത വരനാണ്. പക്ഷെ ഇതുവരെ വിവാഹ ദിവസമായിട്ടും ആള് മടങ്ങി എത്തിയിട്ടില്ല. 4 ദിവസം മുമ്പ് ആളാണ് പോയത്. വിവാഹ ആവശ്യത്തിന് പണം സംഘടിപ്പിക്കാനായി പാലക്കാട്ടേക്ക് പോയ പ്രതിശ്രുത വരൻ വിവാഹ ദിവസവും മടങ്ങിയെത്തിയില്ല. ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. മങ്കട പള്ളിപ്പുറം കുറുന്തല വീട്ടിൽ ശശീന്ദ്രന്റെ മകൻ വിഷ്ണുജിത്തിനെയാണ് 4 ദിവസം മുമ്പ് കാണാതായത്. മഞ്ചേശ്വരി സ്വദേശിനിയായ യുവതിയുമായിട്ട് ഇന്നലെയായിരുന്നു വിവാഹം നിശ്ചയിച്ചിരുന്നത്. ഉടൻ തിരിച്ചു വരാമെന്നും പറഞ്ഞ് ബുധനാഴ്ച രാവിലെയാണ് വിഷ്ണുജിത്ത് വീട്ടിൽ നിന്ന് പോകുന്നത്. വിവാഹത്തിനായിട്ട് കുറച്ച് പണം സംഘടിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞാണ് പുള്ളി വീട്ടിൽ നിന്ന് പോയത്. പക്ഷെ ഇതുവരെ പുള്ളി തിരിച്ച് വന്നിട്ടില്ല. പണം പക്ഷെ കിട്ടിയിട്ടുണ്ടെന്നും വീട്ടിലേക്ക് അടുത്ത ദിവസം തന്നെ എത്താമെന്നും രാത്രി ഒരു 8:30 അമ്മയെ വിളിച്ച് വിഷ്ണുജിത്ത് പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് വീട്ടിലേക്ക് വിളിച്ചിട്ടില്ല. അന്നേരം ഒന്നും വിളിച്ചതേ ഉള്ളൂ, അതിനുശേഷം വിളിച്ചിട്ടില്ല. പിന്നെ വീട്ടുകാർ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും അവർക്ക് വിഷ്ണുജിത്തുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ ജോലി സ്ഥലത്ത് നിന്ന് ഒരു 1 ലക്ഷം രൂപ സംഘടിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങി വരും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇതുവരെ പുള്ളിക്കാരന് കിട്ടിയിട്ടില്ല. അവസാനമായിട്ട് ഫോണിന്റെ സിഗ്നൽ കിട്ടിയിരിക്കുന്നത് കഞ്ചിക്കോട്ടാണെന്നാണ് പോലീസ് പറയുന്നത്. എത്രയും പെട്ടെന്ന് പുള്ളിനെ കണ്ടുപിടിക്കട്ടെ അല്ലെ? അപ്പൊ അതൊരു പ്രധാന വാർത്തയായിട്ട് മലയാള മനോരമ ഏറ്റവും ഫ്രണ്ട് പേജ് തന്നെ ഡിസ്കസ് ചെയ്തിരുന്നതാണ്. അതുപോലെ ഇന്നലെ വാർത്തകളിലും അല്ലെങ്കിൽ ന്യൂസ് ചാനലിലൊക്കെ നിറഞ്ഞിരുന്ന വാർത്ത ജന്മഭൂമി റിപ്പോർട്ട് ചെയ്തിട്ട്, അതായത് കുടിവെള്ളം നമ്മുടെ തലസ്ഥാന നഗരിയിൽ, അതായത് നമ്മുടെ തിരുവനന്തപുരത്ത് കുടിവെള്ളം മുട്ടിയെന്നൊരു വാർത്തയാണ് വരുന്നത്. 3-4 ദിവസമായിട്ട് അവിടെ ടാങ്കർ ലോറിയിൽ വരുന്ന വെള്ളം മാത്രം പ്രതീക്ഷിച്ചാണ് ആളുകൾ ജീവിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ 45 വാർഡുകളിലും കുടിവെള്ള ക്ഷാമം ഇന്നലെയോടെ അതിരൂക്ഷമായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ VK പ്രശാന്ത് വാട്ടർ അതോറിറ്റിയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് പറഞ്ഞിട്ട് MLA തലയൂരിയ ഒരു സാഹചര്യമാണുള്ളത്. അതേപോലെ തന്നെ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കാമെന്ന് ആര്യ രാജേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 3-4 ദിവസമായിട്ട് വെള്ളമില്ല, 4 ദിവസമായിട്ട് വെള്ളം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു സാധാരണ ഇങ്ങനെ ഒരു അവസ്ഥ നമ്മള് തമിഴ്നാട്ടിലാണ് കൂടുതലും പറയുന്നത്. ടാങ്കറിൽ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഇപ്പം ഇത്രയും നദികളും കായലുകളും ഒക്കെ ഉണ്ടായിട്ട് നമുക്ക് വെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാല്. അതെ അതെ അതെ. അതായത് ഈ ആളുകൾ ഈ സെക്രട്ടറിയിലേക്ക് മാർച്ച് നടത്തി റോഡ് ഉപരോധിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അറ്റകുറ്റപ്പണികളുടെ അന്തിമ ഘട്ടത്തിൽ പൈപ്പിന്റെ അലൈൻമെന്റ് തെറ്റിയതോടെയാണ് ഈ ഒരു വിതരണം പ്രശ്നമായത്. അതിപ്പോ കുറെ നാളായിട്ട് പുതിയ പൈപ്പ് ഇടുന്നതുകൊണ്ട് റോഡെല്ലാം കുഴിച്ച് പഴയ പൈപ്പ് എല്ലാം പൊട്ടിച്ചു വെച്ചിരിക്കുന്നുണ്ട്. വെള്ളം വരാനുള്ള നല്ല ബുദ്ധിമുട്ട്, അവര് പണിയുന്നുമില്ല. അതെ അതെ. അപ്പൊ അതൊരു ഭയങ്കര ഒരു വലിയൊരു കാര്യമാണ്. ഇത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിൽ
ബാക്കിയുള്ളവർ പരാജയപ്പെട്ടു എന്നാണ് ജന്മഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇത് ഇന്നലെ പത്രങ്ങളിലും വാർത്തകളിലും ഒക്കെ നിറഞ്ഞിരുന്ന വാർത്തയാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്, എല്ലാ ദിവസങ്ങളിലും എന്തെങ്കിലുമൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കോലാഹലങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം കേരളത്തിൽ ഉണ്ടായ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടികൾ ഒടുങ്ങുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വേറെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്ത്രീകളും അതേപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെയാണെങ്കിലും ചെറിയ അപ്ഡേറ്റ്സുകളുണ്ട്. അപ്പോൾ ആ അപ്ഡേറ്റുകളെ കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ ഒന്ന് എന്ന് പറയുന്നത്, നമ്മളൊക്കെ കണ്ടിട്ടുള്ള നടിയായിരിക്കും ഈ അമ്പലപ്പുഴ അതിനകത്ത് അഭിനയിച്ചിട്ടുള്ള ഒരു ചേച്ചിയില്ലേ, അദ്വൈതം സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള സുന്ദരി നടി, ജയറാമിന്റെ ഹീറോയിൻ. അപ്പം അവർക്ക് ഇതേപോലെ സിനിമ, അവരിപ്പം അമേരിക്കയിലാണ് ജീവിക്കുന്നത്. അപ്പൊ അവര് സിനിമാ മേഖലയിൽ നിന്ന് അവർക്കുണ്ടായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങളെ പറ്റി അവർ പറഞ്ഞു. അപ്പൊ അത് വെറും 18 വയസ്സ് മാത്രം ഉണ്ടായിരുന്നു. ഇവര് ഒരു ഫാദറിനെ പോലെ കണ്ടിട്ടുള്ള ഒരാള് ഇവരെ ലൈംഗിക അടിമയാക്കി വെച്ചിരിക്കുകയാണെന്നുള്ള രീതിയിലൊരു കാര്യം പറഞ്ഞിരുന്നു. അപ്പം അതേപോലെ തന്നെയുള്ള ഒരു വിവരമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇവര് പിന്നെയും അതുമായി ബന്ധപ്പെട്ട കുറച്ചും കൂടെ അപ്ഡേറ്റ്സുകളാണ്. ഈ സൗമ്യ എന്ന് പറയുന്ന അവരുടെ ഇപ്പോഴത്തെ പേര് ഡോക്ടർ സുജാത എന്നാണ് അവര്. അപ്പൊ അവര് പുറത്താണുള്ളത്. അപ്പൊ അവര് പറഞ്ഞിട്ടുള്ള അവർ കുറെ ഭയങ്കര നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ കേട്ടതാണ്, ഞെട്ടിയതാണ്, നമ്മൾ ഭയപ്പെട്ടതാണ്. അപ്പൊ ആ കാര്യങ്ങൾ തന്നെ ഇവര് വീണ്ടും ഒരു ഊട്ടി ഉറപ്പിക്കുന്ന പോലത്തെ കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. മലയാള സിനിമയിൽ പ്രവർത്തിച്ചപ്പോൾ ഇവർക്ക് ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് സൗമ്യ വെളിപ്പെടുത്തിയത്. അപ്പം ഇവരിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. നായകനായി അഭിനയിച്ച ചിത്രീകരണത്തിനിടെ ദുരുദ്ദേശത്തോടെ സ്പർശിച്ചെന്നും ചില അസിസ്റ്റന്റ് ഡയറക്ടർമാർ അടക്കമുള്ളവർ വളരെ മോശമായി പെരുമാറിയെന്നായിരുന്നു അന്ന് അവര് പറഞ്ഞത്. ഇവർ അഭിനയിച്ച സിനിമയാണ് നീലക്കുയില്, അദ്വൈതം, പൂച്ചയ്ക്കാരും മണി കിട്ടും എന്നൊക്കെയുള്ള കാര്യം സിനിമകൾ. അപ്പൊ ഇവര് പറയുന്നത് പലപ്പോഴും റിഹേഴ്സൽ പറയുന്ന പോലെ ആയിരിക്കില്ല ഫൈനലിലോട്ട് വരുമ്പോഴത്തെ കാര്യങ്ങൾ. ഫൈനലിൽ വരുമ്പോ എങ്ങനെയായിരിക്കും, അവരവരുടെ കയ്യിൽ നിന്നൊക്കെ ഇട്ടൊക്കെ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ കൂടെ അഭിനയിച്ച ഒരാൾ എന്തെങ്കിലും കള്ളത്തരം കാണിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മോശമായ സ്ത്രീകളോട് പെരുമാറുന്നുണ്ടോന്ന് അറിയാൻ ആ അഭിനയിച്ച ആളുടെ ഭാര്യ എപ്പോഴും സെറ്റിൽ വരുമായിരുന്നു. അതായത് ഭർത്താവ് വേറെ സ്ത്രീകളുടെ അടുത്ത് ഇങ്ങനത്തെ ബന്ധം സ്ഥാപിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവരോട് മോശമായിട്ടൊക്കെ പെരുമാറുന്നുണ്ടോ എന്ന് അറിയാൻ ഭാര്യ സെറ്റ് വന്ന ഒരു അവസ്ഥയുണ്ടെന്ന്. അപ്പൊ അതവരെ പാനിക് ആക്കിന്ന് ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പൊ അതവര് പാട്ടുണ്ട്. അതേപോലെ തന്നെ ഈ നടൻ മോശം രീതിയിൽ പെരുമാറിയിട്ടില്ലെന്ന് ഉറപ്പുവരുത്താനാണ് ഈ ഭാര്യ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ പുള്ളിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളല്ലേ, പിന്നെ ഭാര്യ ഇങ്ങനെ. അതെ അതെ. അപ്പം ഇവര് പറഞ്ഞത് മലയാളത്തിലെ പോലെ തന്നെ തമിഴിലെയും പ്രമുഖ സംവിധായകൻ ഇവര് 1 വർഷത്തോളം ലൈംഗിക അടിമയാക്കി വെച്ചൊരു കാര്യം ഇവര് പറഞ്ഞിട്ടുണ്ട്. ഒരു തവണ ഒരു സിനിമയിൽ വേണ്ടി താലി കിട്ടുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പം അവർ ആ കോസ്റ്റ്യൂമിലാണല്ലോ വരുന്നത്. അപ്പൊ അവർ ആ കോസ്റ്റ്യൂമിൽ വന്നിട്ട് ഇവരെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നൊരു കാര്യവും ഇവര് പറയുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ എപ്പോഴും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യമാണ് ഇവർ അന്ന് പറഞ്ഞില്ല ഇന്ന് പറഞ്ഞില്ല എന്നൊക്കെ. പക്ഷെ ഇവര് പറഞ്ഞ അതുമായി ബന്ധപ്പെട്ടുള്ള ട്രോമ ചിലപ്പോൾ അന്ന് പറയാനുള്ള പ്രിവിലേജോ കാര്യങ്ങളോ അവർക്ക് ഉണ്ടായിരുന്നില്ല. അതെ. അപ്പൊ ഇവര് പറയുന്നത് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഏറെ കാലം ചികിത്സയിലിരുന്ന ശേഷമാണ് ഇവര് നോർമൽ ജീവിതത്തിലോട്ട് വന്നത്. അവർക്ക് വല്ലാത്തൊരു ഇതായി കാണാൻ സമയത്ത് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. അതെ. അപ്പൊ അതുകൊണ്ടായിരിക്കുമല്ലോ അവർക്ക് അതിനൊരു ചികിത്സ എടുക്കട്ടെ ഒക്കെ വന്നത്. അപ്പൊ അതൊരു അപ്ഡേറ്റ് ആയിട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പുറകെ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അത് തമിഴ് സിനിമയ്ക്കും. അപ്പം തമിഴ് സിനിമയിൽ ഇങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എന്ന് ജീവി അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ ഇതിനെ നമുക്ക് ചേർത്ത് വയ്ക്കാം. ഇവര് പറഞ്ഞ ആ തമിഴ് സിനിമയിലെ ആൾക്ക് ഇവരുടെ അച്ഛന്റെ പ്രായമെങ്കിലും കാണുമെന്ന് അന്ന് ഇത്. അതേപോലെ തന്നെ മലയാളത്തിൽ നിന്ന് അപ്ഡേറ്റ് ഉള്ളത്, നമ്മൾ മറ്റേ വിനീത് ശ്രീനിവാസന്റെ ഒരു സിനിമയില്ലേ, വിനീത് ശ്രീനിവാസന് ഓർമ്മ പോകുന്ന ഒരു സിനിമ അല്ല, വിനീത് ശ്രീനിവാസൻ നമിതയ്ക്ക് പോകുന്ന ആ സിനിമയിൽ അവരുടെ കൂടെ ഒരു ഹെയർ കട്ട് ചെയ്തൊരു അഭിനയിച്ചിട്ടില്ലേ ഉണ്ട്. അപ്പൊ അതിനകത്തൊക്കെ അഭിനയിച്ചിട്ടുള്ള പണ്ട് കപ്പ ടിവിയിലൊക്കെ പ്രമുഖ എന്താ പറയാ വീഡിയോ ജോക്കിയൊക്കെ ആയിട്ടുണ്ടായിരുന്ന സൗമ്യ എന്ന് പറയുന്ന അവര് ഒരു സംവിധായക കൂടിയാണ് കേട്ടോ. ഒരു ഭയങ്കര ഒരു വളർന്നു വരുന്ന ഒരു സംവിധായക കൂടിയാണ്. അവരും ഇത്തരത്തിൽ മോശം അനുഭവം മലയാള സിനിമയിൽ നിന്നുണ്ടായ വിഷയങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അത് പറഞ്ഞ നടിക്ക് പണം വാഗ്ദാനം ചെയ്ത് ഇത്തരത്തിലുള്ള ലൈംഗിക ആവശ്യങ്ങൾ ഉന്നയിച്ചതിനെ എതിർത്തത് കൊണ്ട് ഈ സൗമ്യ സിനിമയിൽ നിന്ന് തന്നെ വിലക്കിയിരിക്കുകയാണെന്നാണ് ഇവര് പറയുന്നത്. ഇവരാണ് മംഗല്യം തന്തുനാനേന എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ചെയ്തത്.
അത് എനിക്ക് തോന്നുന്നു കുഞ്ചാക്കോവനൊക്കെ അഭിനയിച്ചൊരു സിനിമയാണ്. അപ്പം അതിനുശേഷം സൗമ്യ സദാനന്ദൻ എന്നാണ് ഇവരുടെ ഫുൾ നെയിം. അതിനുശേഷം അതായത് ഇവരുടെ അടുത്ത് ഈ സംവിധായകരുടെ അടുത്ത് ഇതിങ്ങനെ ഇവരെ കൊണ്ടുചെല്ലണം പറഞ്ഞപ്പോ ഇവര് പറഞ്ഞു പറ്റില്ലെന്ന് പറഞ്ഞു. അതിനുശേഷം ഇവരോട് പറഞ്ഞു കൊണ്ടുചെല്ലണം. അപ്പൊ ഇവര് പറഞ്ഞു ഇവർക്കത് സമ്മതമുണ്ട്. ആ ഒരു കേസിലാണ് ഇവരുടെ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ആളുകളില്ലാത്തത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ ആളുകളില്ലാത്തത്. അത് മാത്രമല്ല ഇവര് പറഞ്ഞ മറ്റൊരു കാര്യം, ഇവരുടെ ആദ്യ സിനിമയ്ക്ക് ശേഷം ഇവരൊരു എന്താ പറയാ നാഷണൽ ലെവലിലൊക്കെ അറിയപ്പെടുന്ന സിനിമകൾ എടുത്താലാണ്. അപ്പൊ നിങ്ങളുടെ സിനിമയ്ക്ക് കലാമൂല്യം ആയിരിക്കും കൂടുതൽ, വാണിജ്യമൂല്യം ഇല്ലെന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങളും കുറച്ച് എന്താ പറയാ മാറ്റുകയും അതങ്ങനത്തെ എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു എന്നാണ് ഇവർ പറയുന്നത്. മാറ്റി എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു എന്നൊരു കാര്യമാണ് പറയുന്നത്. അപ്പോ അതൊരു കാര്യമാണ്. അതേപോലെ തന്നെ പീഡനം ഉൾപ്പെടെയുള്ള അതിക്രമം സ്ഥിരീകരിച്ചാൽ സിനിമാ താരങ്ങൾക്ക് സിനിമയിൽ നിന്ന് 5 വർഷത്തേക്ക് വിലക്ക് ഏർപ്പെടുത്താനുള്ള ശുപാർശ തമിഴ്നാട് താരസംഘടന ആയിട്ടുള്ള നടികർ സംഘം അംഗീകരിച്ചു എന്നൊരു വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇവിടെ പ്രശ്നമില്ലെങ്കിലും തമിഴ്നാട്ടുകാർ അതിനോട് ഒരു നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ട്. അവിടെയും പ്രശ്നം കാണും, പുറത്തു കൊണ്ടുവരാത്തായിരിക്കും, അതെ പറയാനുള്ള മടി കാരണമായിരിക്കും. അല്ല, ഈയിടയ്ക്ക് എങ്ങാണ്ട് നമ്മുടെ ശരത് കുമാറിന്റെ വൈഫ് പറഞ്ഞായിരുന്നല്ലോ, കമലഹാസൻ ചുംബനരംഗം ഷൂട്ട് ചെയ്യുമ്പോ ഭയങ്കരമായിട്ട് പുള്ളി നന്നായിട്ട് പ്രസ് ചെയ്താണ് പല സീനുകളും ചെയ്യുന്നതെന്ന് പറഞ്ഞൊരു ആരോപണം പറഞ്ഞിട്ടുണ്ട്. അത് കമലഹാസന്റെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പണ്ട് കേട്ടിട്ടുള്ള രേഖ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇതേപോലെ തന്നെ കമലഹാസൻ മറ്റേ സിനിമയില്ലേ രേഖ മരിക്കും ആ സിനിമയില്. അതായത് ഒരു മഞ്ഞ ഉടുപ്പൊക്കെ ഇട്ട് പോയിട്ട് അപ്പൊ അവരിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് രണ്ടുപേരും കൂടെ മരിക്കും. രേവതിയൊക്കെ ഉണ്ട് ആ സിനിമയിൽ. അപ്പം രേവതി ലൈക്ക് രണ്ടാമത്തെ സെക്കൻഡ് ഹീറോയാണ്. അപ്പം രേഖ ഈ സീനിൽ മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ കിസ് ചെയ്യുന്ന നേരത്ത് പുള്ളി നേരത്തെ റിഹേഴ്സലോ കാര്യങ്ങളൊന്നുമില്ല, പുള്ളി നേരെ തന്നെ കിസ് ചെയ്തു. അപ്പൊ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ അവരുടെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടില്ല, അവരൊരു കുഞ്ഞുകുട്ടിയാണ്. അത് മാത്രമല്ല ഇപ്പൊ കമൽഹാസന്റെ കാര്യം പറഞ്ഞായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാണ്. അതേപോലെ തന്നെ ഈ നമ്മുടെ മലയാള നടിയായിട്ടുള്ള നമ്മുടെ ഇവരില്ലേ കാർത്തിക താളവട്ടത്തിലേക്ക്. അപ്പൊ ഇവരുടെ അന്ന് ഈ സിനിമയുണ്ട്, നമ്മുടെ തമിഴ്നാട്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുണ്ടായിരുന്ന നമ്മുടെ മണിരത്നത്തിന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു. ഈ ഇവരുടെ കഥ പറഞ്ഞിട്ടുള്ള ഡോൺ ആയിട്ടുള്ള ഒരു അതായത് തമിഴ്നാട്ടിൽ നിന്ന് പോയി മുംബൈയിൽ ഡോൺ ആയിട്ടുള്ള ഒരു, പെട്ടെന്ന് എനിക്ക് പേര് പറയാൻ കിട്ടുന്നില്ല, കമലഹാസന്റെ തന്നെ സിനിമ അറിയില്ല. കമലഹാസന്റെ സിനിമ എനിക്ക് വലുതായിട്ട് അതെ പെട്ടെന്ന് പറയുമ്പോ എനിക്ക് കിട്ടാത്തതാ. അപ്പൊ ആ സിനിമയില് കാർത്തിക ഇയാളുടെ മകളായിട്ടാണ്, കമലഹാസന്റെ മകളായിട്ടുള്ള. അപ്പൊ കാർത്തിക മലയാളത്തിൽ തള്ളങ്ങി നിൽക്കണം, മലയാളത്തിൽ നിന്ന് പോവാണ്. അപ്പൊ ഫോട്ടോയ്ക്ക് ആള് വന്നു കഴിഞ്ഞപ്പം പുള്ളിക്കാരനാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കൈയിട്ടു ഫോട്ടോയ്ക്ക്. അപ്പൊ പുള്ളിക്കാരത്തേക്ക് അത് ഇഷ്ടമല്ല. പുള്ളിക്കാരത്തെ അപ്പൊ തന്നെ കൈ തട്ടി മാറ്റി. അപ്പൊ കമൽഹാസനൊന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് സീൻ എടുക്കാൻ നേരത്ത് ഇങ്ങനെ അടിക്കുന്ന ഒരു സീനുണ്ട്. അപ്പൊ പുള്ളി നേരെ പിടിച്ചിട്ട് ഒറ്റ അടി അടിച്ചത്. നമ്മള് കംഫർട്ടബിൾ ആകുമ്പോഴാണല്ലോ നമ്മൾ തട്ടുന്നത്. അപ്പൊ പുള്ളി അത്രയും വലിയ നടനായിട്ടിരുന്ന സമയത്ത് പുള്ളിക്കാരത്തി ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ ഒറ്റ അടി അടിച്ച്. അപ്പൊ ഈ അടി കൊണ്ട വഴിക്ക് തന്നെ പുള്ളിക്കാരത്തി ആ സീൻ കട്ട് ചെയ്തില്ല. ഇവര് സീൻ കട്ട് ചെയ്യാതെ ഇവര് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരൊറ്റ കരച്ചിൽ കരഞ്ഞ് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു. പിന്നീട് കാർത്തിക തമിഴ് സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. അപ്പൊ ഈ സിനിമ അയ്യോ എന്റെ വായിന്റെ തുമ്പത്തുണ്ട്. പഴയ പടമായിരിക്കും, പഴയ മണിരത്നത്തിന്റെ സിനിമയാണ്. അതെ അതെ സാരല്ല, സോറി അളിയാ മറന്നുപോയി. അപ്പം ജസ്റ്റ് എന്തുവായിരുന്നു നായകനല്ല, നായകനല്ല, കഥയുടെ തീം ഇതാണ്. അതായത് ഇയാള് ഒരു തമിഴ്നാട്ടിലുള്ള ആളാണ്. ഇപ്പൊ ദാവൂദ് ഇബ്രാഹിം അവരൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് തന്നെ ഇവിടെ നിന്ന് അവിടെ പോയി മാസമായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. നായകൻ എന്നാണോ? ഓക്കെ. അപ്പൊ ആ സിനിമയാണ്. അപ്പൊ ആ സിനിമയുടെ സെറ്റിലാണ് ഇങ്ങനത്തെ ഒരു അനുഭവം. അപ്പൊ കമലഹാസന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ അതായിട്ട് കൂട്ടി യോജിപ്പിച്ച് പറഞ്ഞാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പൊ തമിഴ് സിനിമയിൽ ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് ഇവര് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ചേർത്ത് പറഞ്ഞാണ്. പിന്നെ മലയാള സിനിമയിൽ വന്നതിന് ശേഷം ഭയങ്കരമായിട്ടുള്ളൊരു വിവാദങ്ങൾ ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമാ മേഖലയായിരുന്നു ബംഗാളിൽ നിന്നും ഒരു സംവിധായകനെതിരെ ഒരുപാട് സ്ത്രീകളാണ് ലൈംഗിക ആരോപണവുമായി വന്നിട്ടുള്ളത്. അതും ഒരു
ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. നടനും സംവിധായകനുമായിട്ടുള്ള അരിന്ദം സിലിനെതിരെയാണ് നടപടി, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഇത്രയും ആളുകളുടെ ഒരു പ്രതിഷേധം വന്നിരിക്കുന്നത്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നടിയോട് ലൈംഗിക അതിക്രമം കാണിച്ച സംഭവത്തിലാണ് ഇപ്പൊ ബംഗാള് പ്രശസ്ത നടനും സംവിധായകനും ഒക്കെ ആയിട്ടുള്ള ഈ അരിന്ദം സിലിനെ ഡയറക്ടേഴ്സ് ഗിൽഡ് അനിശ്ചിതകാലത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അത് സസ്പെൻഡ് ചെയ്തേക്കുവാണ്. നീണ്ട കാലത്തേക്ക് സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. സിനിമാ ചിത്രീകരണത്തിന്റെ ഇടയിൽ ശരീരത്തെ സ്പർശിച്ചതിന്റെ പേരിൽ ഒരു നടി വനിതാ കമ്മീഷന് പരാതി കൊടുത്തു. വനിതാ കമ്മീഷൻ വിശദീകരണം ചോദിച്ചപ്പോൾ ഇയാൾ പോയിട്ട് സോറിയൊക്കെ പറഞ്ഞ് ഓക്കെ എന്നൊക്കെ പറഞ്ഞ സോറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ അങ്ങനെ എന്തെങ്കിലും. അതെ, അപ്പൊ അയാൾ മാപ്പ് പറഞ്ഞ അയാൾ ഒഴിയാൻ നോക്കി ഇരിക്കുന്ന സമയത്ത് സംഘടനയെ അപകീർത്തിപ്പെടുത്തിയെന്നും ഡയറക്ടേഴ്സ് അസോസിയേഷൻ ഓഫ് ഈസ്റ്റേൺ ഇന്ത്യ പ്രസിഡന്റ് ആയിട്ടുള്ള സുബേത്ര സെൻ പറഞ്ഞുകൊണ്ടാണ് ഇയാളെ സസ്പെൻഡ് ചെയ്യുന്നത്. ഈ നടിയുടെ വിശദമായ കാര്യങ്ങൾ ചോദിക്കുകയായിരുന്ന സമയത്ത് ആ സമയത്ത് ആരും ആരോപണം ഉന്നയിച്ചില്ലെന്നാണ് അനന്തം പറഞ്ഞത്. ബോധപൂർവമായല്ല താൻ സ്പർശിച്ചെന്നും അവിടെ ഉണ്ടായിരുന്നവർ അക്കാര്യം സാക്ഷ്യപ്പെടുത്തുമെന്നും ഇയാൾ പറഞ്ഞു. അതേസമയം, അതായത് അയാൾ പറഞ്ഞത് അറിയാതെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്നുള്ള രീതിയിലാണ് ഇയാൾ പറഞ്ഞത്. പക്ഷെ ഇയാളിത് പറഞ്ഞു കഴിഞ്ഞപ്പം അരിന്ദം സിംഗിന്റെ സംഭവം പുറത്തു വന്നതോടെ അതിന് പിന്നാലെ ബംഗാളിലെ കൂടുതൽ നടിമാരും രംഗത്ത് വന്നു. ലൈംഗിക അതിക്രമങ്ങളെ പറ്റി സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് ഇവര് തുറന്നു പറഞ്ഞത്. പല ആളുകളുടെ അടുത്തും ഈ സെയിം ഡയറക്ടറും അപ്പൊ പല ആളുടെ അടുത്തും പുള്ളി അറിയാതെ പോയി സ്പർശിച്ചതായിരിക്കാം. സ്പർശിച്ച് അദ്ദേഹം കേസ് വാങ്ങിയിട്ടുണ്ട്. ഇയാളുടെ പെരുമാറ്റത്തിനെ പറ്റി ഒട്ടേറെ നടിമാരും സഹസംവിധായകരും തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ബന്ധുകൂടിയായിട്ടുള്ള നടി ദബലേന ദത്തും പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു താരം അമേരിക്കയിൽ വെച്ചവരോട് മോശമായി പെരുമാറിയ അദ്ദേഹം പുറത്തുവിട്ടു. ഒട്ടേറെ നടിമാർ അരിന്ദം സിലിനെതിരെ തന്നോട് പരാതി പറഞ്ഞിട്ടുണ്ട്. ശ്രീലേഖ മിത്രയും പറഞ്ഞിട്ടുണ്ട്. 20 വർഷം മുമ്പ് അരിന്ദം സിലിം മോശമായി പെരുമാറിയെന്ന് സ്വാസ്തിക മുഖർജിയും പറഞ്ഞു. ഏതാനും വർഷം മുമ്പ് തന്നെ അരിന്ദിനെതിരെ പരാതിപ്പെട്ട കാര്യവും ഇവര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരാളല്ല, പാവം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അതും പുള്ളി അറിയാതെ സ്പർശിച്ചതാണ്. സോ അറിയാതെ അപ്പൊ നമ്മൾ അതങ്ങനെ വിട്ടുകളയാ. അങ്ങനെയാണ് അവർ ഉദ്ദേശിച്ചത്. പോകും സാർ. അപ്പം അതൊരു പ്രധാനപ്പെട്ട വാർത്തകളാണ്. അപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അലയടികൾ ഒടുങ്ങുന്നില്ല എന്നൊരു കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചേർത്ത് വെച്ച് പറയാനുള്ളത്. അപ്പോ ഈ 2 വിഷയങ്ങൾ കഴിഞ്ഞ് ഇനി ബാക്കി വിഷയങ്ങളിലേക്ക് പോയാലോ? കോഴിക്കോട് ലുലുമാൾ തുറന്നിട്ടുണ്ട്. വലിയ വാർത്ത. മലബാറിന്റെ വാണിജ്യ വികസനത്തിന് കരുത്തലേകിയും ലുലുമോൾ കോഴിക്കോട് മാങ്കാവിൽ തുറന്നു. അന്താരാഷ്ട്ര നിലവാരത്തിൽ 3 നിലകളിലായി അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയാണ് മാൾ ഒരുക്കിയിരിക്കുന്നത്. കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. എന്നാണ് അപ്പോ കോഴിക്കോടുകാർക്ക് ഒരു ആശ്വാസമായി അല്ലേ? അത്യാവശ്യ സാധനമാണ് ഇപ്പൊ വന്നിരിക്കുന്നത് കൊണ്ട് എല്ലാവരും ആശ്വസിച്ചോളാം. എല്ലാരും പോയിക്കോളുക. എല്ലാവരും പോവുക എന്നുള്ളൊരു കാര്യം. പോകേണ്ടവർ പോവുക, പോകേണ്ടാത്തവർ പോകണ്ട. പിന്നെ നമ്മുടെ വിജയ് ഒരു പുതിയ പാർട്ടി രൂപീകരിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. രൂപീകരിച്ചു. അതില് ആ പാർട്ടിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യ വാതിൽ തുറന്ന് വിജയ് അതിന് പ്രതികരിച്ചിട്ടുണ്ട്. അതായത് സമ്മേളനം ഉടനുണ്ടാകുമെന്നാണ് വിജയ് അറിയിച്ചത്. കഴിഞ്ഞ അപേക്ഷ സമർപ്പിച്ചത് 7 മാസത്തിന് ശേഷമാണ് ഈ പാർട്ടിയെ അംഗീകരിച്ചിരിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് കഴിഞ്ഞ ആഴ്ച വിജയ് നമ്മുടെ തമിഴക വെട്രിക്കഴകത്തിന്റെ പതാകയൊക്കെ പുറത്തിറക്കിയിരുന്നു. ചുവപ്പ് മഞ്ഞ നിറങ്ങളുള്ള 2 ആനകളുടെ ചിത്രം അടങ്ങുന്ന ഒരു പതാകയായിരുന്നു പുറത്തിറക്കിയത്. അതുപോലെ തന്നെ ഒരു പാർട്ടിയുടെ ഗാനവും പുറത്തിറക്കിയായിരുന്നു. തമൻ ചിട്ടപ്പെടുത്തിയ ഒരു ഗാനം. ഇപ്പൊ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പില് ലക്ഷ്യമിട്ടാണ് വിജയ് ഇപ്പൊ പ്രവർത്തിക്കാൻ ഒരുങ്ങുന്നത്. ഇപ്പൊ സിനിമാ മേഖലയിൽ നിന്ന് പുള്ളിക്കാരൻ ഇങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. സിനിമാ മേഖലയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് കടന്നിട്ടുള്ള ആദ്യത്തെ ആളല്ല വിജയ്. അപ്പം തമിഴ് സിനിമയിൽ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ജസ്റ്റ് ഒരു ആളുകൾക്ക് അറിയാൻ വേണ്ടി അതുമായിട്ട് കാര്യം പറയാൻ വന്നത്. അല്ല വിജയ് അതല്ലേ പറഞ്ഞത്. അപ്പം ഇപ്പം തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ഒരു സ്വഭാവം എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം ADMK, ഇപ്പം പെരിയാർ രാമസ്വാമി നായക്കറൊക്കെ നേതൃത്വത്തിൽ ADMK വന്നു. ADMK വന്നു കഴിഞ്ഞിട്ട്
വളരെ കാര്യമായിട്ട് പോകുമ്പോൾ ഇതിനകത്ത് ഒരു വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ പുതിയൊരു വിപ്ലവമായിട്ട് വരുന്ന ഒരാളാണ്. അല്ലെങ്കിൽ അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നതാണ് നമ്മുടെ എം ജി ആർ വളരെ അദ്ദേഹത്തിന്റെ ഒരു റോള് എന്ന് പറയുന്നത് സിനിമയെയും അതേപോലെ തന്നെ കലഞ്ചറായിട്ടുള്ള കരുണാനിധിയും കൂടെ ചേർന്നവർ വളരെ കാര്യമായിട്ട് ഭരിച്ച് അങ്ങനെ എം.ജി.ആറിന്റെ എല്ലാ താരപദവികളും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ADMK ആ കാലഘട്ടത്തിൽ വളർന്നു വന്നത്. അപ്പം എം.ജി.ആർ എന്ന് പറയുന്നൊരു പ്രമുഖ നടൻ ഏറ്റവും ആദ്യം രാഷ്ട്രീയത്തിൽ വന്നതാണ്, തമിഴ്നാട് രാഷ്ട്രീയത്തില്. അത് കഴിഞ്ഞ് ജയലളിത അദ്ദേഹത്തിന്റെ ആളായിട്ട് വരുന്നു. പിന്നെ ADMK DMK ഒക്കെ പിരിയണു. അതൊക്കെ നാച്ചുറലി നടക്കുന്ന കാര്യങ്ങൾ. അപ്പം എം.ജി.ആർ, ജയലളിത, കരുണാനിധിയുടെ വംശവലിയിലുള്ള സിനിമാക്കാരായിട്ടുള്ള ആളുകള്, അതേപോലെ വിജയകാന്ത്, ക്യാപ്റ്റൻ വിജയകാന്ത്, പിന്നെ അങ്ങനെ നിരവധിയായിട്ടുള്ള സിനിമാ താരങ്ങള്, നമ്മുടെ കമലഹാസൻ, അങ്ങനെ നിരവധി സിനിമാ താരങ്ങളെ കണ്ടൊരു ഇൻഡസ്ട്രി കൂടിയാണ് തമിഴ്നാട്. അപ്പം ആ തമിഴ്നാട്ടിന്റെ ഇതിലേക്ക് ഇപ്പൊ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ കരിസ്മാറ്റിക് ഹീറോ ഒക്കെ ആയിട്ട് അറിയപ്പെടുന്ന വിജയ് വരുമ്പോ തമിഴ്നാട് രാഷ്ട്രീയം എങ്ങനെയാകും എന്നുള്ളത് അതെ പല വമ്പന്മാരും തോറ്റുപോയതുമാണ് ഈ ഇലക്ഷനുകൾ. ഈയിടെ വന്നൊരു ന്യൂസ് എന്ന് വെച്ചാല് വിജയുടെ ഈ സമ്മേളനം നടത്തുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ സമ്മേളനത്തില് വിജയ് നമ്മുടെ മോദി സർക്കാരിനെ വിളിക്കുന്നില്ല, പകരം രാഹുൽ ഗാന്ധിയെ കൊണ്ടുവരാനാണ് പുള്ളിക്കാരൻ ഇങ്ങനെ തീരുമാനിച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ പിണറായി വിജയനെ വിളിക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ പിണറായി വിജയന് നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രിയുമായിട്ട് ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ട് പിണറായി വിജയൻ വരുമോ എന്ന കാര്യത്തിലും ഒരു ഡൗട്ടുണ്ട്. എങ്കിലും വിജയ്ക്ക് BJP-ക്കാരോട് ഒരു താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് ന്യൂസ് പുറത്തു വരുന്നത്. ഒരു എന്തോ ഒരു റെയ്ഡ് നടന്നത് അന്ന് പ്രതികരിച്ചായിരുന്നു. സൈക്കിളില് വോട്ട് ചെയ്യാൻ പോയി പ്രതികരിച്ചായിരുന്നു. പെട്രോളിന്റെ ഇതില് പുള്ളി പ്രതികരിച്ചു. പിന്നെ അന്ന് പുള്ളി ഒരു സെൽഫി എടുത്തിരുന്നു. ഒരു പുള്ളി കസ്റ്റഡിയിൽ നിന്നോ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഒരു വലിയൊരു ബസിന്റെ മുകളിൽ കയറി നിന്നിട്ട്. പക്ഷെ അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടും ആരാധകരെല്ലാം സപ്പോർട്ട് ചെയ്തത് വിജയനെ തന്നെയായിരുന്നു. പക്ഷെ ഇവരെല്ലാം വിചാരിച്ചത് വിജയ് എന്തോ ചെയ്തിട്ടുണ്ടെന്ന് പലരും അന്ന് വിമർശിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ BJP ചേരില്ലാന്നുള്ള കാര്യത്തിൽ അത് എല്ലാവർക്കും ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ പറഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ വെച്ച് കണ്ടിട്ട് കോൺഗ്രസുമായിട്ട് സഖ്യത്തിൽ വരുമെന്നാണ് തോന്നുന്നത്. എന്തായാലും വിജയ് ജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സിനിമ ഉപേക്ഷിക്കരുതെന്നും ഒരപേക്ഷയുണ്ട്. ലാസ്റ്റ് പടമായ ഗോട്ട് ഉപേക്ഷിക്കുന്നതാണ് പുള്ളി പറഞ്ഞത്. പക്ഷെ ചിലപ്പോ തിരിച്ചു അല്ല, ഇടയ്ക്ക് വല്ലതും ഇപ്പൊ തന്നെ പുള്ളി അങ്ങനെ ഡെയിലി ഒരു വർഷത്തിലൊരിക്കലൊക്കെ അല്ലേ ചെയ്യുള്ളൂ. അങ്ങനെ വല്ലപ്പോഴും ചെയ്താൽ മതി. നമുക്ക് വല്ലപ്പോഴും പോയി കണ്ടാൽ മതിയല്ലോ. അതെ, നമുക്ക് വല്ലപ്പോഴും പോയി കണ്ടാൽ മതി. അപ്പൊ അതാണ് ഒരു അപ്ഡേറ്റ്. അപ്പം അടുത്ത MGR ആകുമോ അദ്ദേഹം എന്ന് നമുക്ക് നോക്കാം. 2026 നമുക്കത് മനസ്സിലാവും. അതെ. അപ്പൊ അതിന്റെ ഉള്ളത്തെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രമുഖരായിട്ടുള്ള ഇപ്പൊ വിജയകാന്ത് സാർ എന്നൊക്കെ പറഞ്ഞാൽ അതേപോലെ സംസാരിക്കുകയും പറയുകയൊക്കെ അല്ലെങ്കിൽ അത്രയും സ്റ്റാൻഡുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ പാർട്ടി പോലും പല സമയത്തും തോറ്റുപോയിട്ടുണ്ട് തമിഴ്നാട്ടിൽ. അപ്പം ആളുകൾ ഒരിക്കലും പാർട്ടിയോ നടനെയോ കൈവിടുന്ന ഒരു സംഭവം വരും നന്നായിട്ടല്ലെങ്കിൽ. അപ്പം എന്ത് പറഞ്ഞാലും സിനിമയിൽ കാണിക്കുന്ന മാസൊക്കെ അണ്ണൻ ഇവിടെയും കാണിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പിന്നെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് പറയുന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പത്തെ പുതിയ ലോകത്ത് പുതിയ പ്രശ്നങ്ങളാണെന്ന് പറയുന്ന പോലെ തന്നെ പുതിയതായി വരുന്ന പ്രശ്നങ്ങൾ സൈബർ ക്രൈമുകൾ അല്ലെങ്കിൽ സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്ന കാര്യം. അപ്പം സൈബർ കുറ്റകൃത്യങ്ങളെ ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ കേരളമാണ് ഒന്നാമത്. ഒരു കൈയടി കേരളം. അപ്പൊ നമ്മൾ പലപ്പോഴും പറഞ്ഞത് പല സമയത്തും വേണ്ട രീതിയിലൊന്നും തന്നെ കൊടുക്കുന്നില്ലെങ്കിൽ പോലും അപ്പൊ കേരളത്തിലാണ് ഫസ്റ്റ് എങ്കിൽ ഇപ്പൊ ലാസ്റ്റ് ഒക്കെ ഉള്ള സ്ഥലത്ത് സൈബർ ക്രൈമുകൾ എങ്ങനെയായിരിക്കും ഡീൽ ചെയ്യുന്നത് അല്ലേ? കേരളത്തിന് കുറവായിട്ട് പറഞ്ഞല്ലോ കേട്ടോ. അപ്പൊ കേരളത്തിന് ഇതാണെങ്കിൽ ഇപ്പൊ ബാക്കിയുള്ള കേരളത്തിലാണ് ഇത്തരം വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുക അല്ലെങ്കിൽ അതിന് പുറത്ത് ആളുകൾ പോവുകയും ചെയ്യുന്നത്. അപ്പം അല്ലാത്ത റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത എന്തോരം കേസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും വേറെ സംസ്ഥാനം. ഇപ്പൊ കേരളത്തിൽ പോലും ഒത്തിരി റിപ്പോർട്ട് ചെയ്യാത്തതുണ്ട്. എന്നാൽ പോലും ഒരു കാര്യം അപ്പൊ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള I4Cയുടെ പുരസ്കാരമാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അടുത്ത ദിവസം നരേന്ദ്രമോദി അതേപോലെ അമിത്ഷാ ഒക്കെ ചേർന്ന് നമുക്ക് പ്രധാനമന്ത്രിയില്ല അമിത്ഷായും അതേപോലെ തന്നെ ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബിന് ഇത് നമ്മുടെ ആഭ്യന്തരമന്ത്രി ആയിട്ടുള്ള അമിത്ഷാ കൈമാറും എന്നാണ് പറയുന്നത്.
അപ്പം അതൊരു വലിയൊരു കാര്യമാണ്. അപ്പം മുഖ്യമന്ത്രി ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അദ്ദേഹം എക്സിൽ കുറിച്ചു, ഭയങ്കര ഈ അംഗീകാരം ലഭിച്ചതിൽ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനം ഉണ്ട് എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ രാജ്യത്തിലെ സൈബർ കുറ്റകൃത്യങ്ങളെ ഏകോപിപ്പിച്ചും സമഗ്രമായും കൈകാര്യം ചെയ്യുന്നതിനുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സംരംഭമാണ് ഇന്ത്യൻ സൈബർ ക്രൈം കോഓർഡിനേഷൻ സെന്റർ എന്ന് പറയുന്നത്. നാഷണൽ സെന്റർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ, നാഷണൽ സൈബർ ക്രൈം ത്രെറ്റ് അനലറ്റിക്സ് യൂണിറ്റ്, ജോയിന്റ് സൈബർ ക്രൈം കോർഡിനേഷൻ ടീം, നാഷണൽ സൈബർ ഫോറൻസിക് ലബോറട്ടറി തുടങ്ങിയ സ്ഥാപനങ്ങളിലും IFOCയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം സൂക്ഷിക്കുക, സൈബർ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക, എല്ലാരും പിടിവീഴും. അതെ. അടുത്തത് നീ അതിനകത്ത് പറയപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലൈനിലൂടെ സ്ത്രീകൾ എന്താ പറയാ, അവർ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഉപദ്രവിക്കാനുള്ള ചാൻസ് പുരുഷന്മാരെക്കാൾ 27% കൂടുതലാണെന്നാണ് പറയുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമങ്ങൾ വളരെയധികം കൂടുതൽ. നമ്മൾ തന്നെ പറഞ്ഞില്ലേ, ഓപ്പറേഷൻ P100 ഇന്നലെ പറഞ്ഞത്. അപ്പൊ കുട്ടികൾക്കെതിരെ കുട്ടികളുടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ അതിനെ സെക്ഷലൈസ് ചെയ്യുന്ന ആളുകള്, അപ്പൊ സ്ത്രീകളുടെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകള്, അപ്പം ഇതെല്ലാം ഇതിനൊക്കെ ഉള്ള ഒരു ഇതാണ് നമ്മുടെ ഈ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഈ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ. അപ്പം ഈ ഒരു കാര്യങ്ങളെയൊക്കെ വേണ്ട രീതിയിൽ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ 1ാം സ്ഥാനം കേരളത്തിലാണ്. അപ്പൊ എല്ലാവർക്കും സന്തോഷമായെന്ന് വിചാരിക്കുന്നു. അതെ, എല്ലാവരും സന്തോഷം. അതെ. പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സൗജന്യമായിട്ട് ഓണക്കിറ്റ് കിട്ടാറില്ലേ? ഓണക്കിറ്റ് ഇന്ന് മുതൽ കിട്ടും. എല്ലാവർക്കും ഉണ്ടോ? എല്ലാവർക്കും എന്ന് ചോദിച്ചാൽ അർഹതപ്പെട്ടവർക്കുണ്ട്, പാവപ്പെട്ടവർ, അതായത് ഓരോ കാർഡ് അനുസരിച്ച്. അതെ അതെ. സൗജന്യ ഓണക്കിറ്റ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്നാണ്. 6 ലക്ഷത്തോളം വരുന്ന മഞ്ഞ കാർഡുകൾക്ക് വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാരായിട്ടുള്ള NPA കാർഡ് ഉടമകൾക്കും വയനാട് ദുരന്ത മേഖലയിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും കിറ്റ് ലഭിക്കും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വെരി ഗുഡ്. അപ്പൊ എല്ലാവരും പോയിട്ട് കിറ്റ് വാങ്ങാം. കിറ്റിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് അറിയാവോ? ഇല്ല. ചെറുപയറ്. അതെന്റെ അടുത്ത് ആരൊക്കെയോ ചോദിച്ചിരുന്നു ഇതിനു മുമ്പ്, അവർക്കുള്ള ഒരു ഉത്തരമാണ്. കിറ്റിനകത്തുള്ള സാധനങ്ങൾ ചെറുപയർ, പരിപ്പ്, സേമിയ പായസം മിക്സ്, അതായത് സേമിയ പായസത്തിന്റെ മിക്സ്, മിൽമ നെയ്യ്, കശുവണ്ടിപ്പരിപ്പ്, വെളിച്ചെണ്ണ, സാമ്പാർ പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, തേയില, ചെറുപയർ, തുവരം, പരിപ്പ്, പൊടിയുപ്പ് എന്നീ അവശ്യ സാധനങ്ങളും തുണിസഞ്ചിയും ഉൾപ്പെടെയുള്ള 14 സാധനങ്ങൾ ഉൾപ്പെട്ടതാണ് ഈ ഓണക്കിറ്റ്. ഓണക്കിറ്റ് കയറിപ്പോയ പലരും ഉണ്ട്. നല്ല കാര്യം. അപ്പം അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഒരു വാർത്ത ഞാൻ എവിടെയോ കണ്ടായിരുന്നു, മഴയെ സംബന്ധിച്ചൊരു കാര്യമാണ്. മഴ വളരെ ശക്തമാകും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പൊ ഒരാഴ്ചത്തേക്ക് മഴയ്ക്ക് സാധ്യത. ഓണം വെള്ളത്തിലാവൂടെ മിക്കവാറും. അതെ. അല്ല, അത്തത്തിന് മഴ പെയ്തില്ലേ? പെയ്തു. അപ്പൊ ഓണത്തിന് മഴ പെയ്യാൻ ചാൻസ് കുറവാ. വെരി ക്ലെവർ. അല്ല, ഞാനങ്ങനെ കേട്ടിട്ടുള്ളതാണ് പറയാം. എല്ലാ പ്രാവശ്യവും മഴ ഉണ്ടാവും. എല്ലാ പ്രാവശ്യം അത്തത്തിന് പെയ്താൽ തിരുവോണത്തിന് മഴ പെയ്യാറില്ല. കേരള തീരം മുതൽ വടക്കൻ കർണാടക തീരം വരെ പുതിയ ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടതിനാൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അതിന്റെ ഫലമായിട്ട് കേരളത്തിൽ അടുത്ത 7 ദിവസം വ്യാപകമായിട്ടും നേരിയതുമായിട്ടുള്ള ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നാളെ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയാണെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ നാളെ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. വടക്ക് കിഴക്കൻ ഒഡീഷ, പശ്ചിമ ബംഗാൾ തീരത്തേക്ക് സഞ്ചരിക്കുന്ന തീവ്ര ന്യൂനമർദ്ദം അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും അതിനെ തുടർന്ന് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങി ഇന്ന് വൈകുന്നേരം പുരിക്കും, അതായത് ഒഡീഷയ്ക്കും ദിഗലിനും പശ്ചിമ ബംഗാളിനും ഇടയിൽ കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. തുടർന്ന് ഒഡീഷ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് മേഖലകളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മഴയ്ക്ക് ചാൻസ് ഉണ്ട്. വീട്ടിൽ നിന്ന് മറക്കാതിരിക്കുക. എടുക്കാൻ മറക്കാതിരിക്കുക. കണ്ട വെള്ളച്ചാട്ടത്തിലും അവിടെയൊക്കെ പോയി ചാടാതിരിക്കുക.
അപ്പം അതാണ് വേറൊരു കാര്യം. ഓക്കെ. പിന്നെ ഗുരുവായൂർ അമ്പലത്തിലൊരു കല്യാണത്തിന്റെ ഒരു ഇത് വാർത്ത പുറത്തു വരുന്നുണ്ട്. അതായത് ഇന്നലെ തന്നെ 354 കല്യാണങ്ങളാണ് ഗുരുവായൂർ നടന്നത്. അതായത് ഇന്ന് ഞായറാഴ്ച പുലർച്ചെ 4 മണിക്കാണ് വിവാഹങ്ങൾ തുടങ്ങിയത്. അവസാനിച്ചത് ഒരു 12:30 ആയപ്പോഴത്തേനാണ് വിവാഹം കഴിഞ്ഞു. 354 കഴിഞ്ഞു. അതായത് 6 മണ്ഡപങ്ങളിലായിട്ടാണ് വിവാഹം നടന്നത്. കല്യാണ പൂരാണ് അപ്പൊ ഗുരുവായൂരില്. അതായത് ആദ്യത്തെ 1 മണിക്കൂറിൽ 49 കല്യാണമാണ് നടന്നത്. എന്റെ പൊന്നെ. പിന്നെ 8-നുള്ളില് 183 എണ്ണവും ഓരോന്നിനും 5 മിനിറ്റ് വീതമാണ്. 8:10 മുതൽ 9 വരെ പന്തീരടി പൂജയ്ക്കും 11:30 മുതൽ 12:30 വരെയുള്ള ഉച്ചപൂജയ്ക്കും നടയടച്ചതിന് ശേഷം ആണ് പിന്നെ താലികെട്ട് നടന്നത്. എന്റെ അമ്മ. വന്നാ കെട്ടിക്കണം പൊക്കോണം, 5 മിനിറ്റ് കൊണ്ട് വേഗം കാര്യങ്ങൾ കഴിച്ച് പോക്കണം. അല്ല, ഗുരുവായൂർ കല്യാണം കഴിക്കാന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഒരു ഫീലാണ് നമുക്ക്. ആണോ അല്ലേ? എനിക്കറിയില്ല, ഗുരുവായൂർ കല്യാണം കഴിച്ചിട്ടില്ല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ ചുമ്മാ പറഞ്ഞത്. അപ്പം ഗുരുവായൂരില് കെട്ടിക്കേറി കല്യാണ പൂരം എന്നൊരു കാര്യമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കല്യാണ സാധനങ്ങൾക്കൊക്കെ വില കൂടുതലാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പം അതായത് പൂവിന് വില കൂടി. ചിരിക്കാതെ, എനിക്ക് എന്തോ പോലെ ആകണു. ഞാൻ ചിരിച്ചില്ല, ഞാൻ കാര്യമായിട്ടാ പറഞ്ഞത്. അപ്പൊ പൂവിന് വില കൂടിയെന്ന് അല്ല, അതേപോലെ തന്നെ സാധനങ്ങൾക്ക് വില കൂടുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. അപ്പം ഗുരുവായൂരില് കെട്ടിക്കറ. അപ്പൊ കഴിഞ്ഞ തവണ ഞങ്ങളുടെ റെക്കോർഡ് കല്യാണം, ആ റെക്കോർഡ് വെട്ടിക്കും ഇത്തവണ. വെട്ടിച്ചിട്ട് അതൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും കല്യാണം കഴിക്കുന്നത് പിള്ളേരെ. അതെ, നമുക്ക് അപ്പൊ അതെ, കല്യാണ സീസണാണ്. അതെ. പിന്നൊരുന്ന് വെച്ചാല് നമ്മുടെ ദീപികയ്ക്കും രൺവീറിനും ഒരു പെൺകുഞ്ഞ് ജനിച്ചു. ഭയങ്കരം തന്നെ. അതായത് ഒന്നിച്ചുള്ള ജീവിതയാത്രയിൽ ആദ്യ കുഞ്ഞിനെ വരവേറ്റ് ബോളിവുഡ് താരങ്ങളായ ദീപിക പടുക്കോണും രൺവീർ സിംഗും. അതെ, പുള്ളിക്കാരത്തിയുടെ പ്രഗ്നൻസി ഭയങ്കര വാർത്തകളാണെന്നൊക്കെ പറഞ്ഞത്. കുറച്ച് കൂളായിട്ട് നടക്കുന്നത്. അപ്പൊ ആളുകള് സാധാരണ ഗർഭിണികൾ അല്ല, ഇങ്ങനെ പിടിച്ചോണ്ട് പുള്ളിക്കാരി അങ്ങനെയല്ല, കൂളായിട്ട് നടക്കുക, സിനിമയുടെ പ്രൊമോഷന് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടുണ്ട്. എന്തായാലും അവസരം വയറ് കാണിച്ചപ്പോഴാണ് ആളുകൾക്ക് സമാധാനമായത് അവസാനം. അപ്പൊ എന്തായാലും വയറ് കാണിച്ചു. ദീപികയ്ക്കും രൺവീറിനും ഒരു കൺഗ്രാചുലേഷൻസ്. അതെ, ഇതൊക്കെ അവര് കേൾക്കുന്നുണ്ടെന്ന്. നിങ്ങൾ കേട്ടോ, ഞങ്ങൾ ആശംസിച്ചിരിക്കുന്നു. ദീപിക പദുക്കോണിന്റെ ഫാൻസിന് ഇതൊക്കെ സന്തോഷം തരുന്നുണ്ടെങ്കിൽ അത് കേൾക്കാം. പിന്നെ വേറൊരു വാർത്ത പുറത്തു വരുന്നത് പാട്നയിൽ നിന്നാണ്. ബീഹാറില് വ്യാജ ഡോക്ടർ ചികിത്സിച്ച് 15 മരിച്ചൊരു കേസ് പുറത്തു വരുന്നുണ്ട്. വ്യാജ ഡോക്ടർ. അയാൾ ഡോക്ടറല്ല, അയാൾക്ക് ഡോക്ടറേറ്റ് ഇല്ല, കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇയാള് ആശുപത്രിയില് ഒന്ന് ആലോചിച്ചോക്ക്, അയാള് ആശുപത്രിയിൽ ജോലി ചെയ്യുക, ഡോക്ടർ, വ്യാജ ഡോക്ടർ. അപ്പൊ ഇത്രയും നാളായിട്ട് ഇവർക്ക് അറിയില്ലായിരുന്നു ഇയാള് വ്യാജനാണെന്ന്. സർട്ടിഫിക്കറ്റ്സ് ഒന്നും കൊടുക്കുന്നില്ല. സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ, എന്നാലും നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഒക്കെ കാണുമ്പോ മനസ്സിലാവുമല്ലോ. എടാ, ഇയാളെ ഈ വ്യാജ ഡോക്ടർ ഈ യൂട്യൂബ് നോക്കിയിട്ടാണ് ശസ്ത്രക്രിയ ചെയ്തത്. എന്റെ പൊന്നെ, യൂട്യൂബ് നോക്കി ശസ്ത്രക്രിയ? യൂട്യൂബ് നോക്കി കുക്കിംഗ് നടത്താൻ പറ്റും? ഇതെങ്ങനെയാണ് യൂട്യൂബ് നോക്കി ശസ്ത്രക്രിയ നടത്തുന്നത്? പിത്താശയത്തിലെ ഒരു എന്താ പറയാ, അതിലൊരു കല്ല് നീക്കാൻ വന്ന കൊച്ചിനെയാണ് വീട്ടുകാരുടെ പോലും ഒരു അനുമതി പോലും ചോദിക്കാതെ ഇയാള് യൂട്യൂബ് നോക്കി. അല്ല, അപ്പൊ ഇയാള് ശസ്ത്രക്രിയ ചെയ്യുമ്പോ എന്തായാലും കൂടെ ആള് കാണുമല്ലോ, നഴ്സുമാരും അല്ലെ സഹപ്രവർത്തകരൊക്കെ കാണുമല്ലോ. അപ്പൊ അവര് കാണത്തില്ല യൂട്യൂബ് നോക്കുന്നത്? അതറിയത്തില്ല, ഞാൻ കണ്ടില്ല. അത് ശരിയുള്ളൂ അല്ലേ? അവര് കാണൂലേ യൂട്യൂബ് നോക്കുന്നത്? അല്ല, പക്ഷെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ അവരുടെ ഒരു മെയിൻ ഏരിയ ആണെങ്കിലേ അവരും കൂടെ സപ്പോർട്ട് ചെയ്ത് ചെയ്തതായിരിക്കും. അറിയത്തില്ല ഇതെന്താ കാര്യം. അപ്പം ഈ പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ വ്യാജ ഡോക്ടറുടെ ശസ്ത്രക്രിയയെ തുടർന്ന് 15 മരിച്ചു എന്നുള്ള വാർത്തയാണ് വന്നത്. അപ്പം കൊച്ചിനിങ്ങനെ വ്യാജ ഡോക്ടർ ഇങ്ങനെ ശസ്ത്രക്രിയ ആദ്യം നടത്തി. അപ്പോൾ ഉടൻ തന്നെ കൊച്ചിന് വയ്യാണ്ടായപ്പം മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിലും ആംബുലൻസ് വഴിയാണ് ഈ കുട്ടി മരിക്കുന്നത്. പലതവണ ഛർദ്ദിച്ചതിനെ തുടർന്നാണ് 15 ആയിട്ടുള്ള ഈ സരണിലെ ഗണപതി ആശുപത്രിയിൽ എത്തിച്ചതെന്നാണ് കുടുംബാംഗങ്ങൾ പറഞ്ഞത്. ഡോക്ടർക്ക് മതിയായ യോഗ്യത ഉണ്ടോ എന്ന് അറിയില്ലായിരുന്നു എന്നാണ് കുടുംബാംഗങ്ങൾ പറഞ്ഞത്.
ഛർദി നിലച്ചതോടെ കുട്ടിക്ക് ആശ്വാസമുണ്ടായിരുന്നു. വൈകുന്നേരത്തോടെ കുട്ടിക്ക് ശ്വാസമുട്ട് അനുഭവപ്പെട്ടു തുടങ്ങി. ആരോഗ്യനില വഷളായതോടെ ഉടൻ തന്നെ പാട്നയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. വ്യാജ ഡോക്ടറും കൂട്ടാളികളും, അപ്പൊ കൂട്ടാണല്ലോ, കൂട്ടാളികളും കുട്ടിയുടെ മൃതദേഹം ആശുപത്രിയുടെ കോണിപ്പടിയിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു എന്നും കുടുംബം പറഞ്ഞു. അയ്യോ എന്താണിത്? ആരെ വിശ്വസിക്കും? നമ്മൾ ഒരു ആശുപത്രി ചെന്നാല് നമുക്ക് ഇപ്പൊ ഒരാളെ കാണുമ്പോ പറയാൻ പറ്റുമോ, ആ ഇത് നല്ല ഡോക്ടറാണ്, എന്നാ ഞാൻ ഈ പുള്ളിയെ തന്നെ കണ്ടോളാം. നമ്മൾ എല്ലാരും പറയുന്നത് എന്താണ്, ഡോക്ടർമാരെ നമുക്ക് വിശ്വസിക്കാം, വക്കീലന്മാരെ വിശ്വസിക്കാം. ഇതിപ്പോ ഇവരെയാണ് വിശ്വസിക്കാൻ പറ്റാത്തത്. ഇപ്പൊ കേരളത്തിൽ തന്നെയാണെങ്കിൽ ഒരു അമ്മച്ചിയുടെ ഒരു ഹോസ്പിറ്റൽ, ഒരു ലേഡിയുടെ ഒരു ഹോസ്പിറ്റല് ഇതേപോലെ തന്നെ അവരിങ്ങനെ വ്യാജ ഡോക്ടറാണ്. അവർക്ക് എന്തോ 10ാം ക്ലാസ് വിദ്യാഭ്യാസം എന്തോ ഉള്ളൂ. അത് ഏതോ ചാനലില് മറ്റേ ക്യാമറ ഒക്കെ വെച്ചുകൊണ്ട് പോയി അത് ഷൂട്ട് ചെയ്തായിരുന്നു. അപ്പൊ അതൊരു കാര്യമാണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് കേസുകളിൽ ഉണ്ടാവുന്ന ഒരു ലേറ്റ്നെസ് അല്ലെങ്കിൽ ഒരു നീതി വൈകുക എന്നൊരു കാര്യം എന്ന് നമ്മൾ എപ്പോഴും പറയുന്ന ഹൈക്കോടതികളിൽ കെട്ടിക്കിടക്കുന്നത് 62,000 കേസുകളാണെന്നുള്ള റിപ്പോർട്ട് കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. കഴിഞ്ഞ 30 വർഷത്തിനിടെ വിവിധ ഹൈക്കോടതികളായി കെട്ടിക്കിടക്കുന്ന 62,000 കേസുകളാണെന്ന് നാഷണൽ ജുഡീഷ്യൽ ഡേറ്റ ഗ്രിഡ് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് പറഞ്ഞിട്ടുള്ളത്. 30 വർഷത്തിലധികം പഴക്കമുള്ള, അതായത് 30 വർഷത്തില് 62,000-ലധികം കേസുകൾ, അത്രയും പഴക്കമുള്ള, അതായത് ഒരാൾക്കൊരു അയാളൊരു 5 വയസ്സിലാണ് അല്ലെങ്കിൽ 10 വയസ്സിലാണ് അയാളൊരു ക്രൈം അല്ല അതിലൊരു വാദിയോ പ്രതിയോ എന്തെങ്കിലും ആവുന്നെങ്കിൽ 40-50 വയസ്സായിട്ടും കേസ് തീർന്നിട്ടില്ല. കാര്യമാണ്. അപ്പം അതൊരു ഇതാണ്. എന്താ ചെയ്യാ, സുപ്രീം കോടതിയിലും ഒരുപാട് കേസുകളാണ് കെട്ടിക്കിടക്കുന്നത്. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട വാർത്തയായിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ AG കൗർ ഹോസ്പിറ്റലിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തൃണമൂൽ കോൺഗ്രസിന്റെ MP തന്നെ രാജിവെച്ച് പുറത്തു പോയിരിക്കുകയാണ്. അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ഡോക്ടറെ തന്നെ. അതെ, അപ്പം പീഡിപ്പിക്കുക മാത്രമല്ല അവർ മരിക്കുകയും ചെയ്തു. അതാണ് ഒരു വിഷമകരമായിട്ടുള്ള കാര്യം. അപ്പൊ ആ കേസിലാണ് ഇപ്പം ഇത് വന്നേക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, നമ്മളൊരു പ്രശസ്ത സിനിമയിൽ നമ്മൾ കണ്ടതാണ്, അത് ഭയങ്കര ചർച്ചയാവുകയൊക്കെ ചെയ്തതാണ്. അതായത് കുഞ്ഞുങ്ങൾക്ക് ഭിന്നശേഷി അല്ലെങ്കിൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് അവരുടെ പാപം കൊണ്ടാണ്, അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ പാപം കൊണ്ടാണെന്നുള്ളൊരു സംസാരങ്ങൾ പൊതുവെ ഇന്ത്യൻ സമൂഹത്തിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അതായത് എന്തോ പാപം ചെയ്തവരുടെ മക്കൾക്കാണ് ഇങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ പാപം ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഈ ജന്മത്തിൽ ഇങ്ങനെ വന്നതെന്നൊക്കെ ഉള്ള വാർത്തകളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആളുകൾ ഭയങ്കരമായിട്ടുള്ളവരാണ്. അങ്ങനെ തന്നെ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആയിട്ടുള്ള ഒരാള് അംഗവൈകല്യമുള്ളവരെയും ഭിന്നശേഷിക്കാരെ അപമാനിച്ചെന്ന് ആരോപിച്ച് മോട്ടിവേഷണൽ പ്രഭാഷണമായിട്ടുള്ള മഹാവിഷ്ണുവിനെയാണ് തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാഴ്ച പരിമിതരുടെ സംഘടന നൽകിയ പരാതിയിലാണ് എയർപോർട്ടിൽ വെച്ച് ഇയാളെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ തന്നെയുള്ള അശോക് നഗർ സ്കൂളിലെ ഒരു പരിപാടിയിലാണ് ഇയാള് ഇങ്ങനത്തെ ഒരു പരാമർശം നടത്തിയത്. ലോകത്ത് കൈയും കാലും കണ്ണും ഒന്നുമില്ലാതെ നിരവധി പേർ ജനിക്കുന്നു. ദൈവം കരുണയുള്ളവനായിരുന്നുവെങ്കിൽ എല്ലാവരെയും ഒരേപോലെ സൃഷ്ടിച്ചേനെ. എന്നാൽ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്? ഒരാൾ അങ്ങനെ ജനിച്ചു എന്നത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപങ്ങളുടെ ഫലമായിരിക്കും എന്നാണ് ഇയാളുടെ പരാമർശം. നല്ല പരാമർശം. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? അതെ, ഇത് മാത്രല്ല ഇയാൾ ഈ വീഡിയോ യൂട്യൂബിന്റെ പേജിലൊക്കെ അപ്ഡേറ്റ് ചെയ്ത് അതൊക്കെ ഇതാക്കിയിട്ടുണ്ട്. കാരണം ഇതൊക്കെ ഒരു പിന്തിരിപ്പൻ ആശയങ്ങളാണ്. അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും സയന്റിഫിക് പരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ വന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് വാക്സിൻ തന്നപ്പോഴോ ഒക്കെ സംഭവിച്ചതായിരിക്കുമല്ലോ. അത് ഒരു മുൻജന്മ പാപത്തിലെ പ്രശ്നമാണെന്ന് പറയാൻ അങ്ങനെ എവിടെയാ പറഞ്ഞിട്ടുള്ളത്? അതെ, അപ്പൊ പുള്ളി അങ്ങനെ പറഞ്ഞു. അപ്പൊ അതിലാണ് അറസ്റ്റ് പുള്ളിക്ക് വന്നിരിക്കുന്നത്. അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ട് നല്ല ഇടി കൊടുക്കണം. അങ്ങനെയൊക്കെ പറയാൻ പാടില്ല, അതൊക്കെ ഭയങ്കര മോശം കാര്യമല്ലേ. അപ്പൊ അതൊരു വാർത്തയായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 10 വർഷത്തിന് ശേഷം നമ്മുടെ ജമ്മു കാശ്മീരിലെ നിയമസഭാ ഇലക്ഷൻ വരെയാണ്. വളരെ ആർട്ടിക്കിൾ 370 ഒക്കെ എടുത്തു കളഞ്ഞതിന് ശേഷമുള്ളൊരു വലിയൊരു ഇലക്ഷനാണ് ഇനി വരാൻ പോകുന്നത്. അപ്പൊ ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം ചൂടേറിയ ഒരു ഇലക്ഷനാണ് എന്നുള്ള കാര്യത്തിൽ സംശയം ആർക്കും വേണ്ട.
അപ്പം അതിന്റെ കാര്യത്തിൽ കൂടുതൽ എന്താ പറയാ അപ്ഡേറ്റ്സുകളൊക്കെ വരികയാണ്. അപ്പം ഹിന്ദു വോട്ടർമാരിൽ ഭയം സൃഷ്ടിക്കാൻ വേണ്ടി കോൺഗ്രസ് ഒക്കെ എന്താ പറയാ അവർ ഭീകരവാദ സംഘടനകളെ വളർത്തുന്ന രീതിയിൽ BJP സർക്കാർ പറയുന്നുണ്ട്. അപ്പം അതിനെയൊക്കെ ഫാറൂഖ് അബ്ദുള്ള അടക്കമുള്ളവര് എന്താ പറയാ ഒപ്പോസ് ചെയ്ത് പറയുന്നു. അതേപോലെ തന്നെ പാക് അധിനിവേശ കാശ്മീരിലുള്ളവർ ഇന്ത്യയുടെ ഭാഗമാവണമെന്ന് രാജ്നാഥും പറയുന്നു. അപ്പൊ അത്തരത്തിൽ വളരെ ചൂടേറിയ ഒരു കാര്യമാണ് അപ്പം ജമ്മു കാശ്മീരിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അറിയില്ല ജമ്മു കാശ്മീരിലെ ഹരിയാനയിലെ ഇലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തായിരിക്കും നമ്മുടെ BJPയുടെ കോൺഗ്രസിന്റെ ഒക്കെ സ്റ്റാൻഡെന്ന്. BJP അല്ലെങ്കിൽ നരേന്ദ്രമോദി വാഴുമോ വീഴുമോ അല്ലെങ്കിൽ പുതിയ താരോദയമായി പിന്നെയും മറ്റേ രാഹുൽ ഗാന്ധി വരുമോ എന്നൊക്കെ നമുക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. ഓക്കെ, ഇനി നമുക്ക് ഇത് പ്രശസ്തമായിട്ടുള്ള മണ്ണാർക്കാട് പെരുന്നാളിന് സമാപനമായിട്ടുണ്ട് അല്ലെ? അതെ, അതേപോലെ തന്നെ ആന്ധ്ര പ്രദേശില് മറ്റേ വെള്ളപ്പൊക്ക ദുരിതത്തിന് ഭയങ്കര ഒരു പ്രശ്നം മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 68,000 കോടി രൂപയ്ക്ക് അടുത്ത് ആവശ്യപ്പെട്ടാണ് ആന്ധ്ര സർക്കാർ, അത്രയും നഷ്ടമാണ് അവിടെ ഉണ്ടായതെന്നാണ് അവർ പറയുന്നത്. അതുപോലെ വേറൊരു ഒരു ചെറിയതാണെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വാർത്തയാണ്. പരീക്ഷയിൽ ജയിക്കാത്തതിനെ തുടർന്ന് വിദ്യാർത്ഥി ജീവനെടുക്കുന്ന ഒരു സാഹചര്യം. പരീക്ഷയും അല്ലെങ്കിൽ ഇതൊക്കെയല്ല ജീവിതം നമ്മൾ എങ്ങനെ പറയാം. 28 വയസ്സുകാരല്ല, സിവിൽ സർവീസിന് എക്സാമിന് സെലക്ഷൻ കിട്ടാത്ത ആളാണ്. അത്രയും മനസ്സ് വിഷമിച്ചാണ്. പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അതെ. അപ്പൊ മാനസിക ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങളെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമ്മൾ തന്നെ വിചാരിച്ചെങ്കിലേ നടക്കും. വേറൊരാളെ കൊണ്ട് അത് എന്തായാലും നടക്കില്ല. നമ്മൾ തന്നെ വിചാരിക്കണം. നമ്മുടെ മാനസികാരോഗ്യം നമ്മുടെ കയ്യിലാണ്. മറ്റൊരാളെ ഏൽപ്പിച്ചാല് അത് ഒന്നുകൂടി മോശമായി പോകത്തേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇതിനകത്ത് മെയിൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ മാനസികാരോഗ്യ വിദഗ്ധരെ, ആരോഗ്യ പ്രവർത്തകരെ സമീപിക്കുക, അവരുടെ കൺസൾട്ടേഷൻ എടുക്കുക, മരുന്ന് വേണ്ട കാര്യങ്ങളാണെങ്കിൽ മരുന്നെടുക്കുക, അതിന് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ചാനലുള്ളതൊക്കെ അതുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക്, അതായത് അവരുടെ കൂടെയുള്ള ആളുകൾ എല്ലാം സപ്പോർട്ട് ചെയ്യുക, ചികിത്സ വേണ്ടവർക്ക് ചികിത്സ കിട്ടുക എന്നൊക്കെ ഉള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം മാനസികാരോഗ്യങ്ങളെ പറ്റി എല്ലാവരും ഒന്ന് അതെ. അതേപോലെ തന്നെ മസ്ക് നമ്മളൊക്കെ വിദേശത്ത് മറ്റേ ടൂർ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞില്ലേ, അതിപ്പം ചിലപ്പെങ്കിൽ 3 വർഷത്തിനുള്ളിൽ നടക്കുമെന്നാണ് പറയുന്നത്. എല്ലാം നടന്നാൽ നമ്മുടെ ടൂർ പോകാൻ പറ്റും. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാല് നമ്മുടെ ജർമ്മനിയിലെ പ്രണയത്തിനൊടുവില് മലയാളി വധുവിന് ഒരു ജർമ്മൻ വരൻ ആഴിമലയില് വെച്ച് വിവാഹം കഴിച്ചിട്ടുണ്ട്. അതായത് അവര് ജർമ്മനിയിൽ PhD പഠിക്കുന്ന സമയത്താണ് കണ്ടുമുട്ടിയത്. അപ്പൊ ആ സമയത്ത് തുടങ്ങിയ പ്രണയം അവരിങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ വന്ന് പുള്ളിക്കാരത്തിനെ കല്യാണം കഴിച്ച് കൊണ്ടുപോയിട്ട് ഉണ്ട്. അതൊരു വാർത്തയാണ്. അതിന്റെ ഒപ്പം തന്നെ ഈ ട്രെയിനിലും അതേപോലെ തന്നെ ബസ്സിലും ഒക്കെ ഓണം ആയി ബന്ധപ്പെട്ട് വളരെ കൊള്ളയാണ് നടക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. മാസങ്ങൾക്ക് മുൻപേ തന്നെ അമിത ലാഭം തേടി സ്വകാര്യ ബസ്സുകൾ അവരുടെ ടിക്കറ്റുകൾ മുക്കാലും അന്നേ എന്താ പറയാ വിറ്റ് കഴിഞ്ഞതാണ്. അപ്പൊ ഭയങ്കര വലിയ വിലയാണ് നാട്ടിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കേണ്ടി വരുന്നത്. ട്രാവലിന്റെ കാര്യം അതൊരു കാര്യമാണ്. അപ്പം റെയിൽവേയും ഈ കാര്യത്തിൽ പുറകിലല്ല. ഓണക്കൊള്ളയ്ക്ക് റെയിൽവേയും ഉണ്ട്. താൽക്കാലിക ടിക്കറ്റിന്റെ ഏജന്റുമാർ വരെ ഇത്തരത്തിലുള്ള ആൾക്കാരാണ്. നമ്മൾ ഓണത്തിന് എന്തായാലും മലയാളികള് വരുമെന്നറിയാം. അപ്പൊ അവരത് മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. സൈബർ തട്ടിപ്പുകളെ പറ്റി നമ്മൾ പറഞ്ഞു. നമ്മുടെ സമയം കുറഞ്ഞു വരെയാണ്. ലോൺ ആപ്പുകളിൽ പണയം വെക്കുന്നത് നമ്മുടെ സ്വകാര്യതയാണെന്ന് കൂടിയുള്ള ഒരു കാര്യം മുന്നറിയിപ്പ് നമ്മുടെ കേരള പോലീസ് നൽകിയിട്ടുണ്ട്. പലപ്പോഴും 10,000 രൂപ 20,000 രൂപയ്ക്ക് നമുക്ക് ഈ ഓൺലൈൻ വഴി എടുക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ കാണും. അപ്പൊ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കും. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കേസുകൾ റിപ്പോർട്ട് ചെയ്താണ്. അപ്പോൾ ആ കേസുകൾ പിന്നീട് ആ കേസുകൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ നമ്പർ അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താ പറയാ ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അത് വെച്ച് അവർക്ക് നമ്മുടെ ഫോണിലെ കാര്യങ്ങൾ അവർക്ക് ട്രാക്ക് ചെയ്യാനൊക്കെ പറ്റും. അല്ലെങ്കിൽ അതിൽ നിന്ന് എടുക്കും. എന്നിട്ട് അപ്പൊ കഴിഞ്ഞ ദിവസങ്ങൾ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തതാണ്. ഈ 10,000 രൂപ എന്തോ ആണ് ഇവർ വാങ്ങിയത്. അപ്പം ഇവരുടെ ഫോണിൽ നിന്ന് ഇവരുടെ ഫോട്ടോ എടുത്ത് മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അവർ ആത്മഹത്യ ചെയ്തു. കുട്ടികളൊക്കെ ഉണ്ടായിരുന്ന സ്ത്രീകളാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മൾ ഇത്തരത്തിൽ ആപ്പുകളിൽ നിന്ന് ലോൺ എടുക്കരുത്. അതൊരു ആപ്പ് ആകുമെന്നാണ് നമ്മുടെ കേരള പോലീസ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ജാഗരൂകരായിരിക്കുക. അതെ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്.
എല്ലാ പത്രങ്ങളിലെയും വാർത്തകൾ വായിക്കാൻ നമുക്ക് നേരമില്ല. പിന്നെ ജനയുഗം റിപ്പോർട്ട് ചെയ്യുന്ന വേറൊരു വാർത്തയാണ്, മോദി വിശ്വസ്തരായിട്ടുള്ള ആളുകൾക്ക് സുപ്രധാന പദവികളൊക്കെ കിട്ടുന്നു എന്നൊരു കാര്യം പറയുന്നു. അരുൺ ഗോയലിനാണ് ഇപ്പൊ ക്രൊയേഷ്യയുടെ സ്ഥാനാധിപതിയായിട്ടുള്ള സ്ഥാനം കിട്ടിയിരിക്കുന്നത്. 2014 നമ്മുടെ പ്രധാനമന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട 4-ലധികം ആളുകൾക്ക് ഇത്തരത്തിലുള്ള സുപ്രധാന പദവികൾ കൊടുത്തു എന്നൊരു ആരോപണമാണുള്ളത്. അതിന്റെ കൂടെയാണ് ഇപ്പം അരുൺ ഗോയലിന്റെ ഈ സ്ഥാനപതി ആയിട്ടുള്ള വാർത്ത കൂടി വരുന്നത്. നല്ല കാര്യം. അവർക്ക് ഫേവറിസം ചെയ്യുന്ന പോലെ. ആർക്കും ഫേവറിസം ഇല്ലാത്തത് കൊണ്ട് എനിക്കും ഒരു കുഴപ്പമില്ല. ഇതിൽ പിന്നെ ഒരു കുഴപ്പമില്ല, എല്ലാവരും അവരുടെ റോള് നിർവഹിച്ചോളും. അതെ. പിന്നെ വരുന്നത് നമ്മുടെ വിനേഷ് ഫോഗട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ ബ്രജ്ഭൂഷണ് വയ്യാന്ന് തോന്നുന്നു. അതെ, അയാള് കഴിഞ്ഞ ദിവസം ഇതുപോലെ നമ്മള് പറഞ്ഞായിരുന്നു പത്രവാർത്ത. അതെ, അതേപോലെ തന്നെയുള്ള കാര്യമാണ് വീണ്ടും അയാൾ പറയുന്നത്. കാരണം ഇയാൾക്കെതിരാണ് അത്ര വലിയ അക്യൂസ് ചെയ്യുന്നത്. 1, 2 അല്ല, ഒരുപാട് സ്ത്രീകള്, അല്ലെങ്കിൽ ഫെഡറേഷനിൽ തന്നെയുള്ള ഒരുപാട് സ്ത്രീകളാണ് ഇയാൾക്കെതിരെ വന്നത്. ഇയാളുടെ അടുത്ത് മിണ്ടരുതെന്ന് BJP പറഞ്ഞിട്ടും ഇയാൾ മിണ്ടാതിരിക്കുന്നില്ല. എപ്പോഴും പിന്നെയും പറഞ്ഞു മിണ്ടി പോകരുതെന്നാണ് BJP പറഞ്ഞേക്കുന്നത്. അയാൾ പിന്നെയും പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗുസ്തി താരങ്ങൾ കോൺഗ്രസ് ചേർന്നു, അവരെവിടെയും ജയിക്കില്ല. വിനേഷ് തോറ്റത് ദൈവം കൊടുത്ത ശിക്ഷയാണ്, നീ കള്ളത്തരം ചെയ്തത്, അങ്ങനെയൊക്കെയാണ് പുള്ളി. നമ്മൾ ഇന്നലെ പത്രത്തിൽ കണ്ട കാര്യമാണ്. ചില ആളുകൾ പറയും നമ്മൾ ഉണ്ടാക്കി പറയണം. അല്ല, ഇത് പത്രത്തിൽ വന്ന വാർത്തകളാണ്. അതെ, അപ്പൊ അതൊരു കാര്യമാണ്. അപ്പൊ ഇനി ഈ കാര്യം മിണ്ടണ്ട എന്നാണ് ഇയാളോട് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടും മിണ്ടാണ്ടിരിക്കാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും? അതെ, അപ്പൊ അതൊരു കാര്യമാണ്. ഇവർക്കെതിരെയൊക്കെ ഭയങ്കരമായിട്ട് പുള്ളി ഇങ്ങനെ പറഞ്ഞു, അന്ന് തോറ്റുപോയത് ഇതുകൊണ്ടാണെന്നൊക്കെ ഉള്ള രീതിയിലുള്ള പുള്ളി പറഞ്ഞു. ഒന്നാമത് ഇന്ത്യക്കാര് ഫുൾ ഫ്രസ്ട്രേഷനിലായിരുന്നു പുള്ളിക്കാരത്തെ തോറ്റയില്. നമ്മളൊക്കെ വിഷമിച്ചാണ്, അയ്യോ 100 ഗ്രാമിനത് പോലാറ്. അത് പറയുന്നത് അവരാ തലേദിവസം മരിക്കുന്ന പോലെ കഷ്ടപ്പെട്ടിട്ട് പോലും അവർക്ക് അതിനകത്ത് പറ്റില്ല. എന്നിട്ടാണ് അവരെ പറ്റി ഇങ്ങനെ പറയുന്നത്. അവരത്രയും വലിയ നേട്ടം നേടി വന്നിട്ട് ഇവിടെ ഒരു സ്വീകരണം പോലും കൊടുക്കാൻ ഈ ഫെഡറേഷൻ്റെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ ടീംസാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം ഇനിയും വിനേഷ് ഫോഗട്ടിനെ അവഹേളിക്കുന്ന പോലെ മിണ്ടരുത് എന്ന് BJP പറഞ്ഞിട്ടുണ്ട്. ഇനിയെങ്കിലും സാർ മിണ്ടാതിരുന്ന കൊള്ളാം. അതെ, അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വാർത്ത എല്ലാം നമ്മൾ നിർത്താറായോ സാർമാരെ? അതെ, അപ്പൊ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ, നമ്മുടെ പത്രങ്ങളിൽ വന്ന വാർത്തകളാണ് നമ്മൾ വായിച്ചത്. എല്ലാ തവണത്തെയും പോലെ കുറെ വാർത്തകൾ നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മൾ പ്രധാന വാർത്തകൾ മാത്രമാണ് പറയുന്നത്, എല്ലാം ഒന്നും പറയാൻ പറ്റില്ല. എല്ലാ വാർത്തയും പ്രധാനമാണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് നമ്മൾ ക്യാച്ച് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പം ചില ആളുകൾക്കൊക്കെ ചില സംശയങ്ങളുണ്ട്, നമ്മൾ ഉണ്ടാക്കി വിടുന്ന കഥകളാണോ എന്ന്. അല്ല, തീർച്ചയായും അല്ല. നോക്ക്, പത്രം നോക്ക്, കേരള കൗമുദി എല്ലാ പത്രത്തിലും വരുന്ന വാർത്തകളാണ്. അപ്പം എല്ലാവരും ഇന്നത്തെ പത്രവാർത്താസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അനൂപും ജോസ്വിനും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുമാണ് വന്നത്, അതുകൊണ്ട് ഇഷ്ടപ്പെടാതിരിക്കും തോന്നരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഓക്കെ. അപ്പൊ 12-ാം തീയതി ഒക്കെ വലിയ സിനിമയായിട്ടുള്ള കിഷ്കിന്ധാകാന്ഡമൊക്കെ ഇറങ്ങാണ്, നമ്മുടെ ആസിഫ് അലിയുടെ ഒക്കെ. അപ്പൊ എല്ലാവരും വീട്ടിലൊക്കെ ഇന്നലെ ഒരു മ്യൂസിക്കിന്റെ ലിറിക്കൽ വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണുക. കൊണ്ടൽ സിനിമ വരുവാണെങ്കിൽ അത് കാണുക. വോട്ട് കാണാത്തവർ വോട്ട് കാണുക, സിനിമ കാണുക, സന്തോഷിക്കുക, സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക. സിനിമ അങ്ങനെ തകർക്കാൻ പറ്റില്ലെന്ന് നമ്മൾ അവർക്ക് വാഗ്ദാനം കൊടുക്കുക. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ പുറത്ത് വരും, നമ്മൾ അവരെ സേഫ് ചെയ്യണം, എന്തല്ലേ? അപ്പം എന്തായാലും സിനിമയൊക്കെ കണ്ട് സന്തോഷിച്ചിരിക്കുക. എല്ലാവരും പണിക്ക് പോകുന്നവർ പണിക്ക് പോകാത്തവർ വീട്ടിലിരിക്കുക, വീട്ടിലിരുന്ന് എന്തെങ്കിലുമൊക്കെ കാണുക. അപ്പം എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഞങ്ങളപ്പോൾ ബൈ ബൈ പറയുകയാണ്. ബൈ.